ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് 1, 2, 3 3 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് 4th പാർട്ടാണിത്. കറണ്ട് അഫയേഴ്സ് നമ്മൾ അടുത്ത ഈ ക്ലാസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഇതിൻ്റെ ഫ്രീ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താ കംപ്ലീറ്റ് 2004 കറണ്ട് അഫയേഴ്സിൻ്റെ കംപ്ലീറ്റ് ഫ്രീ മെറ്റീരിയൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അധികം സമയം കളയാണ്ട് 2024 കറണ്ട് അഫയേഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ. India hosted the first ever Asian Buddhist Summit. Okay, India hosted the first ever Asian Buddhist Summit. ചോദിക്കാം, ഇനി എവിടെയാണ് ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാട്ടോ. ഓക്കെ, ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണെന്ന് ഈ സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ന്യൂഡൽഹിയിലാണെന്ന് ഈ സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്തെന്ന് ആലോചിക്കുക. ഇടയ്ക്ക് ചോദിക്കേണ്ട ബുദ്ധിസ്റ്റ് സമ്മിറ്റ് ഒക്കെ ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ടോ. അതുപോലെ ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് റോൾ ഓഫ് Buddha Dhamma in strengthening Asia. Okay, role of Buddha Dhamma in strengthening Asia എന്നാണ് ഇതിൻ്റെ തീമും ഒന്ന് പഠിച്ചു നോക്കുക. അതുപോലെ ആരാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ചോദിക്കാം. ഓക്കെ, ഇത് ഓർഗനൈസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആട്ടോ. ഓക്കെ, ആരാണ്? മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണെന്ത് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണെന്ത് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ 3 കാര്യം പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ എന്താണ്, എവിടെയാണ് ഹോസ്റ്റ് ചെയ്തത്? അത് ന്യൂഡൽഹിയിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. തീം എന്താണ്? റോൾ ഓഫ് ബുദ്ധ ധമ്മ ഇൻ സ്ട്രെങ്തനിങ് ഏഷ്യ ആണ് എൻ്റെ തീം. അത് മാത്രമല്ല ആരാണ്? മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണെന്ത് ഇത് നടത്തുന്നത്. ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് പഠിച്ച് വെക്കുക. അടുത്ത നെക്സ്റ്റ് നോക്കാം. Philippines become the first Asian country to ratify ILO Convention to end workplace violence and harassment. അതായത് ഫിലിപ്പീൻസ് ആണ് ആദ്യത്തെ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു റാറ്റിഫൈ ILO കൺവെൻഷൻ ടു എൻഡ് വർക്ക് പ്ലേസ് വയലൻസ് ആൻഡ് ഹരാസ്മെന്റ്. ഓക്കെ, വർക്ക് പ്ലേസ് വയലൻസും ഹരാസ്മെന്റ് ഒക്കെ എൻഡ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ എന്താണ് റാറ്റിഫൈ ILO ആരാണ്? അത് ഫിലിപ്പീൻസ് എന്ന രാജ്യമാണ് അല്ലേ. ഫിലിപ്പീൻസ് എന്ന രാജ്യമാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത്. അതുപോലെ ILO എന്നാണ് ഫോം ചെയ്തത്? ILO ഫോം ചെയ്ത് 1919 ഓക്കെ, 1919 ഇത് ILO ഫോം ചെയ്ത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് വെച്ചാൽ അത് ജനീവ ആട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയാണിത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ ഏഷ്യൻ കൺട്രി ടു റാറ്റിഫൈ ILO കൺവെൻഷൻ ടു എൻഡ് വർക്ക് പ്ലേസ് ആൻഡ് വയലൻസ് ആൻഡ് ഹരാസ്മെന്റ് എന്ന് പറയുന്നത് അത് ഫിലിപ്പീൻസ് ആണ്. അതുപോലെ ILOയുടെ കുറച്ച് കാര്യങ്ങളും 1990 ഇത് ഫോം ചെയ്ത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്ത് ക്യാപിറ്റൽ ജനീവ, സ്വിറ്റ്സർലൻഡ് ആണെന്ന് 2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അടുത്താണ് BEML company recently won a contract to manufacture made in India bullet trains. ഓക്കെ, നമുക്ക് ബുള്ളറ്റ് ട്രെയിൻസ് അല്ലേ, മെയ്ഡ് ഇൻ ഇന്ത്യ ബുള്ളറ്റ് ട്രെയിൻസ് എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി BEML എന്ന കമ്പനി എന്താണ് പുതിയൊരു കോൺട്രാക്ട് കരാറ് ഒപ്പിട്ടത് കേട്ടോ. ഏകദേശം 866 കോടിയാണ് ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് കേട്ടോ. 866 കോടി. 866 കോടിയാണെന്ത് ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ BEMLന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആട്ടോ. ഓക്കെ, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണെന്ത് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കാം ചിലപ്പോൾ BEML എന്ന് പറയുന്നത് എന്താണെങ്കിൽ ചോദിക്കാം ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ഏത് കമ്പനിക്കാന്ന് വെച്ചിട്ട് ഓപ്ഷൻ എന്താണ് ചിലപ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ ഫോം കൂടെ പഠിച്ചു വെക്കുന്നതായിരിക്കും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂരാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് ഗുപ്തേശ്വർ ഫോറസ്റ്റ് ഓഫ് ഒഡീഷ സ്റ്റേറ്റ് ബിക്കം ന്യൂ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്. ഓക്കെ, ഒരു പുതിയ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് വരുമ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്താണ് മിക്കപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് കൂടിയാണിത് ഈ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു നോക്കുക. ഓക്കെ, ഇത് ഒഡീഷയിലെ 4th ആട്ടോ. ഒഡീഷയിലെ 4th സൈറ്റ് ആണത് ഈ കാണുന്ന ഗുപ്തേശ്വർ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. 4th ഹെറിറ്റേജ് സൈറ്റ് ആണിത് ഒഡീഷയിൽ. അപ്പോൾ ഒഡീഷയിൽ എത്ര ആണെന്ന് ചോദിക്കാം. എത്ര ഉണ്ട്? ഒഡീഷയിൽ ടോട്ടൽ 4 ഹെറിറ്റേജ് സൈറ്റ്സും ഉണ്ട്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. പുതുതായിട്ട് വന്നാണിത് ഈ ഗുപ്തേശ്വർ ഫോറസ്റ്റ് ഓഫ് ഒഡീഷ എന്ന് പറയുന്നത് പുതുതായിട്ട് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒരു സ്പോട്ടും കൂടി കേട്ടോ. അടുത്ത് കീർത്തി പ്രോഗ്രാം. ഓക്കെ, ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം. അതാണ് ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, കീർത്തി പ്രോഗ്രാം. ഇനി ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? നമ്മൾ എപ്പോഴും ഒരു പ്രോഗ്രാം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് അതിൻ്റെ ഫുൾ ഫോം നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം ചോദിക്കും
എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കൃത്യമായ ഡെഫിനിഷനിലാണെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കും. ഇത് ലോഞ്ച് ചെയ്ത് ഏത് സ്റ്റേറ്റ് ആണ് ഇതിലാണ്? ഓക്കെ, ചണ്ഡീഗഡ് ഗവൺമെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. എന്താണ് അതിന്റെ ഒരു എയിം എന്ന് വെച്ചാൽ എന്താണ്? ടു പ്രൊമോട്ട് സ്പോർട്സ് എമോങ് സ്കൂൾ ചിൽഡ്രൻ. എന്താണ്? ടു പ്രൊമോട്ട് സ്പോർട്സ് എമോങ് സ്കൂൾ ചിൽഡ്രൻ. അപ്പോൾ ആരാണ് സ്പോർട്സ് പറയുമ്പോൾ ആരായിരിക്കും ഇത് ലോഞ്ച് ചെയ്തത്? ഇത് മിനിസ്ട്രി ഓഫ് സ്പോർട്സ് അല്ലേ, മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആയിരിക്കും ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ടു പ്രൊമോട്ട് സ്പോർട്സ് എമോങ് സ്കൂൾ ചിൽഡ്രൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു പ്രോഗ്രാം പഠിക്കുമ്പോൾ അതിന്റെ ഫുൾ ഫോം പഠിക്കുക, അല്ലെങ്കിൽ അതിന്റെ എയിം പഠിക്കുക, അതുപോലെ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഏത് മിനിസ്ട്രി ആണ് ഇത് ലോഞ്ച് ചെയ്ത്. ഇത്രയും കാര്യങ്ങൾ എന്താണ് ഒരു പ്രോഗ്രാമിനെ പറ്റി അല്ലെങ്കിൽ ഒരു യോജനാസ് ആണെങ്കിലും സബ്മിറ്റ് ആണെങ്കിലും ഒക്കെ എന്താണ് അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് ഈ ഡേറ്റാസ് എല്ലാം പഠിച്ചു വെക്കണം. കാരണം ഇത് ഫ്രീക്വന്റ്ലി എന്താണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഗരുഡ ശക്തി. ഓക്കെ, മിലിറ്ററി എക്സസൈസ്, നേവൽ എക്സസൈസ്, ഓക്കെ, അതുപോലെ ജോയിന്റ് ആർമി മിലിറ്ററി എല്ലാം എന്താണ് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എന്താണ് നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കാം. ഫസ്റ്റ് ഗരുഡ ശക്തി. ഓക്കെ, ഗരുഡ ശക്തി ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ ആണ് ചോദിക്കുന്നത്. എന്താ വെച്ചാൽ ഗരുഡ ശക്തി എക്സസൈസ് ആരൊക്കെ തമ്മിലായിരുന്നു? ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഡാഷ്, അല്ലെങ്കിൽ ഏത് കൺട്രി ആയിട്ടാണെന്നാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഗരുഡ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയും ജക്കാർത്തയും തമ്മിലാട്ടോ. ഇന്ത്യ ആൻഡ് ജക്കാർത്ത. ഓക്കെ, ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. ജക്കാർത്ത അല്ല, ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. ഇനി എവിടെയാണ് നടന്നത് ചോദിക്കാം. ഓക്കെ, അത് നടന്നതാണത് ജക്കാർത്ത എന്ന് പറയുന്നത് കേട്ടോ. നടന്ന സ്ഥലമാണത് ജക്കാർത്ത എന്ന് പറയും. ഏത് സ്ഥലത്താണ്? അത് റയർ ആയിട്ടാണ് ചോദിക്കാറ്. കൂടുതലും ചോദിക്കുന്നതാണ് ഇത് ആരൊക്കെ തമ്മിൽ കണ്ടക്ട് ചെയ്തു, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. അല്ലെങ്കിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ എന്താണ് കണ്ടക്ട് ചെയ്ത മിലിറ്ററി എക്സസൈസിന് പറ്റിയ പേര് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സസ് എക്സസൈസ് ഗരുഡ ശക്തി 2024 ബിഗിൻസ്. അവിടെ ഒഡീഷയിലെ ജക്കാർത്തയിലാണത് ഇത് നടന്നത്. ഇനി അടുത്ത ഒരെണ്ണമാണ്, നെക്സ്റ്റ് വൺ ആണിത് എക്സ് ദസ്റ്റ് ലീഗ്. ഓക്കെ, എക്സ് ദസ്റ്റ് ലീഗ് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ആണ്. ഓക്കെ, ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. ഇവിടെ DUUS എന്നല്ലേ, ഇവിടെ US, അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ആലോചിച്ചാൽ മതി. ഓക്കെ, DUS എന്നല്ലേ. അപ്പം ഇന്ത്യ ഒബ്വിയസ്ലി എപ്പോഴും ചോദിക്കുമ്പോഴായിരിക്കും ഇന്ത്യയും വേറെ രാജ്യം തമ്മിലുള്ളതായിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ DUS എന്നല്ലേ വരുന്നത്. അപ്പോൾ എന്താണ് US എന്ന് പറയുമ്പോഴേക്കും ഉസ്ബെക്കിസ്ഥാൻ ആലോചിക്കുക. ഓക്കെ, ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ് എക്സ് ഡസ്റ്റ് ലീഗ് എന്ന് പറയുന്നത്. അടുത്താണ് ദോസ്തി 16 എന്ന് പറയുന്നത്. ഓക്കെ, ദോസ്തി 16 അത് തമ്മിലാണ് ഇന്ത്യ, മാൽഡീവ്സ്, ഓക്കെ, ശ്രീലങ്ക. ഒരു ട്രൈലാറ്ററൽ ആണ്, 3 പേരല്ല. ഏതൊക്കെയാണ്? ഇന്ത്യ ഉണ്ട്, മാൽഡീവ്സ് ഉണ്ട്, അതുപോലെ ശ്രീലങ്ക ഉണ്ട്. ഇവർ 3 കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഇത് നടത്തുന്നത്. ഇതൊരു കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. ഓക്കെ, കോസ്റ്റ് ഗാർഡ്. ഓക്കെ, ഇതൊരു കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. അപ്പോൾ അതും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 3 പഠിച്ചു. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ഗരുഡ ശക്തി. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ തമ്മിലാണ്. നടന്ന എവിടെയാണ്? ജക്കാർത്തയിലാണ്. സെക്കൻഡ് വരുന്നതാണ് എക്സ് ഡസ്റ്റ് ലീഗ് ആണ്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ അല്ലെ, DUS എന്ന് പറയുമ്പോൾ ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യ തമ്മിലാണ്. ആൻഡ് തേർഡ് എന്താണ്? ഒരു കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആയ ദോസ്തി 16 ആണ്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ, മാൽഡീവ്സ് ആൻഡ് ശ്രീലങ്ക. ഓക്കെ, 3 കൺട്രീസ് തമ്മിലാണ് ഈ ദോസ്തി 16 എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇൻഡെക്സുകൾ. ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള കാര്യമല്ല. ഇൻഡെക്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്. എപ്പോഴും എന്താണ് ഇൻഡെക്സിനെ പറ്റി ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് AI പ്രിപ്പയർനെസ് ഇൻഡെക്സ് 2024. ഓക്കെ, AI പ്രിപ്പയർനെസ് ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും ഇൻഡെക്സുകൾ എടുക്കുമ്പം 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കും. എന്താണ്? ഒന്ന്, ആരാണ് ടോപ്പ് ആയത്. 2, ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. ഇവിടെ നോക്കി, ആരാണ് ടോപ്പ് ആയത്? ടോപ്പ് സിംഗപ്പൂർ ആട്ടോ. സിംഗപ്പൂർ ആണ് ഈ ഒരു ഇൻഡെക്സിൽ ടോപ്പായി മാറിയത്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് 72 ആണ്. ഓക്കെ, 72 ആണത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഏതാണ്? അത് ഇന്ത്യയുടെ റാങ്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഇന്ത്യയുടെ റാങ്ക് എത്രാമതായിരുന്നു എന്ന ചോദ്യമാണത് എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് 72 ആണ്. ഈ പ്രിപ്പയർനെസ് ഇൻഡെക്സിൽ ടോപ്പായി വരുന്നത് സിംഗപ്പൂർ എന്ന രാജ്യമാണ്. അടുത്ത് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ, ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് ടോപ്പ് ആയത് USA ആട്ടോ. ടോപ്പ് USA. ഇന്ത്യയുടെ റാങ്ക് 39 ആണ്. ഓക്കെ, 39 ആണിത് ഇന്ത്യയുടെ റാങ്ക് തോന്നുന്നു. ഓക്കെ, 39th ആണിത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യ 39th. ഓക്കെ, പിന്നെ താഴെ ശ്രീലങ്ക, ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ടോപ്പ് 3 സ്പെയിൻ, USA, സ്പെയിൻ, ജപ്പാൻ. ഇവർ 3 ഇത് ടോപ്പ് 3 എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് 1 മാത്രമേ ചോദിക്കാറുള്ളൂ. സെക്കൻഡ്, തേർഡ് ചോദിക്കാറില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ചോദിക്കുന്നത് ഇന്ത്യയുടെ റാങ്ക് ആയിരിക്കും. ഇന്ത്യയുടെ റാങ്ക് 39 ആണെന്നും ഒന്ന് പഠിച്ച് വെക്കുക. അപ്പോൾ 2 ഇൻഡെക്സ് പഠിച്ചു. ഒന്ന് AI പ്രിപ്പയർനെസ് ഇൻഡെക്സ്, രണ്ടാമത് ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡെക്സ്. ഓക്കെ, AI പ്രിപ്പയർനെസ് ഇൻഡെക്സ് 72, ട്രാവൽ ആൻഡ് ടൂറിസം എന്താണ് 39 റാങ്ക് ആണെന്ന് ഇന്ത്യക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. അടുത്ത് വേൾഡ്സ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ ഗുജറാത്ത്. ഓക്കെ, വേൾഡ്സ് നമ്മുടെ ലാർജസ്റ്റ്, ബിഗ്ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും ചോദിക്കാൻ എന്താണ് കുറച്ച് സാധ്യത കൂടുതലുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. എന്താണ് വേൾഡ്സ് ലാർജസ്റ്റ് അല്ലേ? വേൾഡ്സ് ലാർജസ്റ്റ് എന്ന് പറയുമ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? റിന്യൂവബിൾ എനർജി പാർക്ക് എവിടെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ഗുജറാത്തിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വേൾഡ്സ് ലാർജസ്റ്റ് റിന്യൂവബിൾ. ഇനി ഇത് ആരാണ് ബിൽഡ് എന്ന് വെച്ചാൽ അദാനി ഗ്രീൻ എനർജി ആണ് ഇത് ബിൽഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ബിൽഡ് ബൈ
built by built by Adani Green Energy. Adani Green Energy ആണ് ഇത് built ചെയ്യുന്നത് കേട്ടോ. അതുപോലെ HDFC Bank become the first private bank to open a branch in Lakshadweep. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലേ ലക്ഷദ്വീപ് എന്നാണ്. ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക്, ഇതും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ചോദ്യമാണ്. ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പ്രൈവറ്റ് ബാങ്ക്. ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഓപ്പൺ ചെയ്ത ഒരു പ്രൈവറ്റ് ബാങ്ക് ഏത് ബാങ്ക് ആണെന്ന് ചോദിച്ചാൽ അത് HDFC ബാങ്ക് ആണത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തത് കേട്ടോ. HDFC ബാങ്ക്. ഇനി അടുത്ത് വേൾഡ്സ് ഡീപ്പസ്റ്റ് ബ്ലൂ ഹോൾ ഈസ് ഡിസ്കവേർഡ് ഇൻ മെക്സിക്കോ. വേൾഡിൽ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോൾ എവിടെയാണ്? മെക്സിക്കോയിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1380 ഫീറ്റ് ആണ് അതിന്റെ ആഴം എന്ന് പറയുന്നത് കേട്ടോ. 1380 ഫീറ്റ് ആണ് ഇതിന്റെ ആഴം. എവിടെയാണെന്ന് വെച്ചാൽ അത് മെക്സിക്കോയിലാണെന്ന് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു നോക്കുക. ഡീപ്പസ്റ്റ് ബ്ലൂ ഹോൾ മെക്സിക്കോയിൽ 1380 ഫീറ്റ് ആണ് അതിന്റെ താഴ്ച അല്ലെങ്കിൽ ആഴം എന്ന് പറയുന്നത്. അടുത്ത ഇന്ത്യസ് ഫസ്റ്റ് കോൾ ഗ്യാസിഫിക്കേഷൻ പൈലറ്റ് പ്രൊജക്ട് ലോഞ്ച്ഡ് ഇൻ ജാർഖണ്ഡ്. എന്താണ് ഈ കോൾ ഗ്യാസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്? അതായത് നമ്മൾ ഈ കോളിനെ എന്താണ് മീത്തേനും ഹൈഡ്രജനൊക്കെ ആയിട്ട് ആക്കി എന്താണ് മാറ്റുക. ടു കൺവേർട്ട് കോൾ ഇൻടു valuable gases like methane and hydrogen. മീത്തേനും ഹൈഡ്രജനും ഒക്കെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള എയിം എന്നൊക്കെ പറയുന്നത്. ഇത് എവിടെയാണ് ലോഞ്ച് ചെയ്തത്? ജാർഖണ്ഡിലാണ് ലോഞ്ച് ചെയ്തത് കേട്ടോ. ജാർഖണ്ഡ്. കോൾ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ നമുക്ക് ജാർഖണ്ഡ് ചെയ്യാൻ പറ്റില്ലേ. വീണ്ടും ഒരു ഫസ്റ്റ് സംഭവം ഉണ്ട് അല്ലേ, ഫസ്റ്റ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴായിരിക്കും അത് ആദ്യമായിട്ട് പൈലറ്റ് പ്രോജക്ട് ലോഞ്ച് ചെയ്ത് ജാർഖണ്ഡിലാണ്. അതിന്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കോള് വാല്യബിൾ ആയിട്ടുള്ള ഗ്യാസിലെ മീത്തേനും ഹൈഡ്രജനും കയറ്റി ആക്കി എന്താണ് കൺവേർട്ട് ചെയ്യുന്ന എയിമാണിത് ഈ ഒരു കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് വേൾഡ്സ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് ഗുജറാത്ത് സെറ്റപ്പ് ചെയ്തു. അത് ബിൽഡ് ചെയ്യുന്ന അദാനി ഗ്രീൻ എനർജി ഗ്രൂപ്പ് ആണ്. അതുപോലെ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ലക്ഷദ്വീപിൽ ഓപ്പൺ ചെയ്ത് HDFC ബാങ്ക് ആണ്. അതുപോലെ വേൾഡ്സ് ഡീപ്പസ്റ്റ് ബ്ലൂ ഹോൾ മെക്സിക്കോയിൽ 1380 ഫീറ്റ് ആണ്. അതുപോലെ കോൾ ഫസ്റ്റ് കോൾ ഗ്യാസിഫിക്കേഷൻ പൈലറ്റ് പ്രൊജക്ട് ജാർഖണ്ഡിൽ ലോഞ്ച് ചെയ്തു. അതിന്റെ എയിം നമ്മൾ പറഞ്ഞു. അടുത്ത് Assam state declared Kaji Nemu as the official state fruit. Assam state Kaji Nemu. Kaji Nemu അവരുടെ ഒഫീഷ്യൽ എന്താണ് സ്റ്റേറ്റ് ഫ്രൂട്ട് ആയിട്ട് ഇതിനാണ് ആസാം കജി നെമുവിനെ അവർ ഒഫീഷ്യൽ ആയിട്ട് എന്താണ് ഒരു സ്റ്റേറ്റ് ഫ്രൂട്ടിന്റെ പദവി അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോദിക്കാൻ സാധ്യത ഹൈ ചാൻസ് ഉണ്ട് കേട്ടോ. ആസാം കജി നെമു ഇതാണ് ഫ്രൂട്ട് കേട്ടോ. കജി നെമു എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഇതാണ്. അടുത്ത നോയിഡ സിറ്റി ഹാസ് ഹോണർഡ് വിത്ത് ദ ടൈറ്റിൽ ഓഫ് വാട്ടർ വാരിയർ സിറ്റി. നോയിഡ സിറ്റി ഹാസ് ഹോണർഡ് വിത്ത് ദ ടൈറ്റിൽ ഓഫ് വാട്ടർ വാരിയർ സിറ്റി. വാട്ടർ വാരിയർ സിറ്റി എന്നുള്ള ടൈറ്റിൽ ആർക്ക് കിട്ടി? നോയിഡ സിറ്റി. അത് വാട്ടർ മാനേജ്മെന്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താണ് നോക്കി നടത്തുന്ന ആരാണ്? അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതിനകത്ത് ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത് നോയിഡ സിറ്റി ആണ്. നോയിഡ സിറ്റി ആണ് അതിനകത്ത് ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത്. അവർക്കാണ് ബെസ്റ്റ് വാട്ടർ വാരിയർ സിറ്റി എന്ന അവാർഡ് അല്ലെങ്കിൽ ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നത്. ചോദിക്കാം, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആസാമിന്റെ സ്റ്റേറ്റ് ഫുഡ് ആയിട്ട് കജി നെമു, അതുപോലെ എന്താണ് വാട്ടർ വാരിയർ സിറ്റി ആയിട്ട് നോയിഡയും ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2024. വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2024 എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചാൽ എവിടെ വെച്ചാണ്? UAE വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. UAE അബുദാബിയിൽ ബാബ്സ് ഹിന്ദു മന്ദിർ എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഇത് കണ്ടക്ട് ചെയ്തത് കേട്ടോ. BABS ബാബ്സ് ഹിന്ദു മന്ദിർ അറ്റ് അബുദാബി. UAE അബുദാബിയിലാണ് ഇത് കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്ത്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ആരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഇന്ത്യയിൽ നമ്മുടെ PM മോദി. ഇന്ത്യയിൽ നിന്ന് PM മോദിയാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യയിൽ നിന്ന് PM മോദിയാണിത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ബാബ്സ് ഹിന്ദു മന്ദിറിലാണ് ഇത് കണ്ടക്ട് ചെയ്ത്. അതും പഠിച്ചു വെക്കുക. ഇനി അടുത്താണ് പ്രീതി രാജക് ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ സുബേദർ ഇൻ ഇന്ത്യൻ ആർമി. അതാണ് പ്രീതി രാജക് ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ സുബേദർ ഇൻ ഇന്ത്യൻ ആർമി. സുബേദർ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് റാങ്ക് ആട്ടോ. ഇന്ത്യയിലെ സെക്കൻഡ് റാങ്ക് ആണത് സുബേദർ എന്നൊക്കെ പറയുന്നത്. അപ്പം പ്രീതി രാജക് ബിക്കം ദ ഫസ്റ്റ്, ഞാൻ പറഞ്ഞ ഫസ്റ്റ് ലാർജസ്റ്റ് ഹൈസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഫീമെയിൽ സുബേദാർ. ഫസ്റ്റ് ഫീമെയിൽ സുബേദാർ ഓഫ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ ആർമിയിലെ സെക്കൻഡ് ഹയസ്റ്റ് റാങ്ക് പോസ്റ്റ് ആണ് സുബേദാർ എന്ന് പറയുന്നത്. അത് കരസ്ഥമാക്കിയ ഫസ്റ്റ് ഫീമെയിൽ ആണ് പ്രീതി രാജക് എന്ന് പറയുന്നത് കേട്ടോ. പ്രീതി രാജക് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പ്രീതി രാജക്. വീണ്ടും മിലിറ്ററി എക്സസൈസ് 2 ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാം മൈത്രി. ആരൊക്കെ തമ്മിലാണ്? മൈത്രി ഇന്ത്യ ആൻഡ് തായ്ലൻഡ് ആട്ടോ. മൈത്രി കണക്ട് ചെയ്യുന്നത് ഇന്ത്യ ആൻഡ് തായ്ലൻഡ്. നമ്മൾ നേരത്തെ എക്സസൈസിലേക്കും അതുപോലെ എന്താണ്
ദോസ്തി 16 ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു, ഗ്രേഡ് ശക്തി ഒക്കെ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൈത്രി എന്ന് പറയുന്നത് ഏതാണ്, ഇന്ത്യയും തായ്ലൻഡ് അല്ലേ. ഇപ്പൊ ടി കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ടി കണക്ട് ചെയ്ത് നമുക്ക് അങ്ങനെ പഠിക്കാം. ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, തായ്ലൻഡ് ആയിരിക്കും, ഇന്ത്യ ആൻഡ് തായ്ലൻഡ്. അപ്പൊ ടി എന്നുള്ള ഒരു കീവേഡ് അല്ലേ. അപ്പൊ എന്താ പറയുക, ചെറുതായിട്ട് എന്തെങ്കിലും, കാരണം ഒരുപാട് നമുക്ക് മിലിറ്ററി എക്സസൈസ് ഒക്കെ പഠിക്കാണ്ട്. അപ്പം എപ്പോഴും എന്താണ് ഏതെങ്കിലും കീവേഡ് നേരത്തെ നമ്മൾ ഡസ്റ്റിലേക്ക് പഠിച്ചപ്പോൾ US, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ കണക്ട് ചെയ്തില്ല. അതുപോലെ എന്താണ് ഈ ടി വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മൈത്രി എന്ന് പറയുമ്പോൾ ടി എന്താണ്, തായ്ലൻഡ്, ഇന്ത്യ ആൻഡ് തായ്ലൻഡ് എന്ന് പഠിക്കുക. അടുത്താണ് നൊമാഡിക് എലിഫന്റ്. ഓക്കെ, നൊമാഡിക് എലിഫന്റ് ആരൊക്കെ തമ്മിലാണ്, ഇന്ത്യ ആൻഡ് മംഗോളിയ. ഓക്കെ, ഇന്ത്യ ആൻഡ് മംഗോളിയ തമ്മിൽ നടത്തിയ മിലിറ്ററി എക്സസൈസ് ആണ് നൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നടന്ന എവിടെയാണ്, ഇത് നടന്ന് മേഘാലയ. മേഘാലയ. അപ്പൊ ഇന്ത്യ നടന്നുകൊണ്ടെന്നാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏത് സ്പോട്ട് എവിടെ വെച്ചാണ് ഇത് നടന്നതെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. എവിടെയാണ് നടന്നത്, അത് മേഘാലയയിലാണ് ഇത് കണ്ടക്ട് ചെയ്ത്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം കേട്ടോ. മേഘാലയയിലാണ് ഇത് നടന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, സൈമൺ ഹാരിസ് ബിക്കം യങ്ങസ്റ്റ് PM ഓഫ് അയർലൻഡ്. ഓക്കെ, അയർലൻഡിന്റെ പുതിയ PM ആയിട്ട് എന്താണ്, അതുപോലെ യങ്ങസ്റ്റ് PM ആണ്. ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർട്ടി ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്, പക്ഷെ എന്നാലും പഠിച്ചു വെക്കാം. നമ്മൾ അപ്പോയിന്റ്മെന്റ് സെക്ഷനിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇത് കൂടുതലും ചോദിക്കാറുള്ളത്. പക്ഷേ ഇൻ കേസ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എക്സാമിന് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് ഇത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സിമോൺ ഹാരിസ് ബിക്കം ദ യങ്ങസ്റ്റ് PM ഓഫ് അയർലൻഡ് കേട്ടോ. അടുത്ത്, Riken Yamamoto has won the Pritzker Architecture Prize 2024. Okay, Pritzker Architecture Prize 2024 ലഭിച്ച ആർക്കാണ്, റിക്കൻ യാമമോട്ടോയ്ക്കാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് അവാർഡാണ് ഇത്, മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. കാരണം ഇത് ചോദിക്കാൻ കുറച്ച് ചാൻസ് കൂടുതലുള്ള ചോദ്യമാണ്. അവാർഡ്സ് ആണെങ്കിലും ഇത് ചോദിക്കാൻ കുറച്ച് ഹൈ ചാൻസ് ഉണ്ട്. റിക്കൻ യാമമോട്ടോ ഹാസ് വോൺ ദ പ്രിറ്റ്സ്കർ ആർക്കിടെക്ചർ പ്രൈസ് 2024. അപ്പോയിന്റ്മെന്റ്സ് അവാർഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത്, മഹാരാഷ്ട്ര സ്റ്റേറ്റ് റീനെയിം അഹമ്മദാനഗർ ആസ് അഹല്യ നഗർ. ഓക്കെ, അഹല്യ നഗർ എന്താണ്, അഹമ്മദാനഗറിനെ അവർ റീനെയിം ചെയ്തിട്ടുണ്ട്. അതായത് അഹല്യ ബായ്, ഫേമസ് ആയിട്ടുള്ള അഹല്യ ബായ് ഹോൾക്കറിന്റെ നാമത്തെ എന്താണ്, അഹമ്മദാനഗറിനെ അവർ റീനെയിം ചെയ്തിട്ട് അഹല്യ നഗർ എന്ന് മാറ്റിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള ചോദ്യമാണ്. കാരണം ഒരു സിറ്റിയുടെ പേര് എന്താണ് അവർ റീനെയിം ചെയ്തിരിക്കുക അല്ലേ. ഓക്കെ, നമ്മൾ പോർട്ട് ബ്ലെയറിനെ മാറ്റിയിട്ട് വിജയപുരം എന്നാക്കി നമ്മൾ പഠിച്ചാൽ ക്യാപിറ്റൽ, ആൻഡമാന്റെ ക്യാപിറ്റൽ എന്താണ്, പോർട്ട് ബ്ലെയർ മാറ്റി വിജയപുരം എന്ന് റീനെയിം ചെയ്തെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ചായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. ഓക്കെ, അതായത് അഹമ്മദാനഗറിനെ റീനെയിം ചെയ്തിട്ട് അഹല്യ നഗർ എന്ന് അവർ റീനെയിം അവർ ചെയ്തിട്ടുണ്ട്. അത് പഠിക്കാം കേട്ടോ. അടുത്ത്, ബിൽഖുസ് മിർ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ജൂറി മെമ്പർ അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024. അതായത് പാരീസ് ഒളിമ്പിക്സ് 2024 ആദ്യത്തെ എന്താണ്, ഇന്ത്യൻ വുമൺ ജൂറി. ഞാൻ പറഞ്ഞു ഫസ്റ്റ് എന്നൊരു കീവേഡ് ഉണ്ടല്ലേ, ഫസ്റ്റ് ഉള്ള കീവേഡ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ജൂറി മെമ്പർ അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024 ആരാണെന്ന് വെച്ചാൽ അത് ബിൽഖുസ് മിർ ആണ്. ഓക്കെ, ബിൽഖുസ് മിർ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ജൂറി മെമ്പർ അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024. ഓക്കെ, അടുത്ത് 46 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. ഓക്കെ, 46 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ആണോ. ഓക്കെ, അതായത് സബ്മിറ്റ് അല്ല, കമ്മിറ്റിയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. എവിടെയാണ് നടന്നത്, ഓക്കെ, ഹെൽഡ് ഇൻ ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഇത് നടന്നത്. ടോട്ടൽ 21 മെമ്പേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. ഈ കമ്മിറ്റിയിലുള്ളത് 21 മെമ്പേഴ്സ് ആണ്. 21 മെമ്പേഴ്സ് കേട്ടോ, ചോദിക്കാം 21 മെമ്പേഴ്സ് ഉള്ളല്ലേ. ഓക്കെ, ടോട്ടല് 21 മെമ്പേഴ്സ് ആണിത് ഈ കമ്മിറ്റിയിൽ ഉള്ളത് കേട്ടോ. ചോദിക്കാം, ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണിത് ഈ ഒരു കമ്മിറ്റി നടന്നത്. 46 എത്രാമത്തെയാണ്, 46th യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി നടന്നത്. ഓക്കെ, എവിടെയാണ്, ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഓക്കെ, അടുത്താണ് നളന്ദ യൂണിവേഴ്സിറ്റി റിനോവേറ്റ് ചെയ്ത് ന്യൂ ക്യാമ്പസ്. നളന്ദ യൂണിവേഴ്സിറ്റി പുതിയ ന്യൂ ക്യാമ്പസ് എന്താണ് ഇടയ്ക്ക് റിനോവേറ്റ് ചെയ്ത് എന്താണ് ഇനാഗ്രേറ്റ് ചെയ്തത്, PM മോദി എന്താണ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആരാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തത്, കുമാരഗുപ്ത അല്ലേ. കുമാരഗുപ്തയാണിത് നളന്ദ യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്ത്. ഇതിന്റെ പ്രപ്പോസൽ ഇങ്ങനെ ന്യൂ ക്യാമ്പസ് ഓക്കെ, കുമാരഗുപ്ത നളന്ദ യൂണിവേഴ്സിറ്റി എന്താണ്
പണം ഉണ്ടായിരുന്നതിന് ശേഷം എന്താണ് ബക്തിയാർ ഖിൽജി ഓക്കെ 1100 EC എന്താണ് ബക്തിയാർ ഖിൽജി ഇത് ഡെസ്ട്രോയ് ചെയ്തു അല്ലേ. ഇത് ഡെസ്ട്രോയ് ചെയ്ത ശേഷം ക്യാമ്പസ് എന്താണ് ഈയിടയ്ക്ക് എന്താണ് ഇത് നോട്ട് ചെയ്ത് കംപ്ലീറ്റ് ഒരു പുതിയ മോഡലാക്കി PM മോദി എന്താണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രപ്പോസൽ കൊടുത്തു ആരാണ്? പ്രപ്പോസൽ ഗിവൺ ബൈ PM മോദി തന്നെയാണ് കേട്ടോ. PM മോദി തന്നെയാണ് ഇത് ഇങ്ങനെ പ്രപ്പോസൽ കൊടുത്തത്. ഇങ്ങനെ എന്താണ് പുതിയൊരു ക്യാമ്പസ് പോലെ ബിൽഡ് ചെയ്യാന്നുള്ള പ്രപ്പോസൽ കൊടുത്തു ആരാണ്? അത് PM മോദി തന്നെയാണ്. Okay, new campus has been inaugurated by PM Modi, located at Bihar. നമുക്കറിയാം നന്ദ യൂണിവേഴ്സിറ്റി എവിടെയാണ്? നന്ദ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ബീഹാറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. ലൊക്കേറ്റഡ് അറ്റ് ബീഹാർ. ഇനി ഇന്ത്യസ് ഫസ്റ്റ് നെറ്റ് സീറോ ഗ്രീൻ ക്യാമ്പസ് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഈ നളന്ദ യൂണിവേഴ്സിറ്റി ആണ്. എന്താണ് ഇന്ത്യസ് ഫസ്റ്റ് നെറ്റ് സീറോ ഗ്രീൻ ക്യാമ്പസ്. പ്രത്യേകം ചോദിക്കാം, ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. അതായത് നളന്ദ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് എന്താണ് ഇന്ത്യ തന്നെ ഫസ്റ്റ്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഫസ്റ്റ് നെറ്റ് സീറോ ഗ്രീൻ ക്യാമ്പസ് എന്നറിയപ്പെടുന്നത് ഏത് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ അത് നളന്ദ യൂണിവേഴ്സിറ്റി ആണ്. ഇനി ആരാണ് മിനിസ്ട്രി? ആരുടെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അണ്ടറിലാണ് കേട്ടോ. ഓക്കെ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, നളന്ദ യൂണിവേഴ്സിറ്റി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ബീഹാറിലാണ്. പുതിയ ക്യാമ്പസ് ഇനാഗ്രേറ്റ് ചെയ്തത് PM മോദിയാണ്. അതുപോലെ ഇന്ത്യ ഫസ്റ്റ് നെറ്റ് സീറോ ഗ്രീൻ ക്യാമ്പസ് അറിയപ്പെടുന്നു. ഇതാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ക്യാമ്പസ് കേട്ടോ. പുതിയ ബിൽഡ് ചെയ്ത ക്യാമ്പസ്, നോട്ട് ചെയ്ത ക്യാമ്പസ് എന്താണ്? ഈ ഒരു മോഡലാണ് ഉള്ളത്. ഓക്കെ, അടുത്താണ് കവച് 4.0. ഓക്കെ, ഒരു പുതിയ ഇനിഷ്യേറ്റീവ് അല്ലേ, കവച് 4.0. എന്താണ്? ഇൻഡിജീനസ് ഓട്ടോമേറ്റഡ് ട്രെയിൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, AITP. അതായത് ഓട്ടോമേറ്റഡ് ബ്രേക്ക് സിസ്റ്റം ആണ്. അത് രണ്ട് ട്രെയിൻസ് ഇൻ കേസ് എന്താണ് ട്രാക്കൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ രണ്ട് ട്രെയിൻസ് എന്നാണ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയിട്ട് എന്താണ് ട്രെയിൻ ബ്രേക്കിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതാണ് ഇത് കവച് 4.0 ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിജീനസ് ഓട്ടോമേറ്റഡ് ട്രെയിൻ പ്രൊട്ടക്ഷൻ AITP സിസ്റ്റം. സംഭവം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഓട്ടോമേറ്റഡ് ബ്രേക്കിംഗ് ചെയ്യും. അതാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഡെവലപ്പ് ചെയ്തതാണ് ഡെവലപ്പ് ബൈ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ആണ്. ആരാണ്? RDSO ആട്ടോ. RDSO ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് കേട്ടോ. RDSO ലക്നൌവിലാണ് ഇവർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ലക്നൌവിലാണ് ഇവര് സ്ഥിതി ചെയ്യുന്നത് RDSO. അപ്പോൾ എന്താ എന്ന് വെച്ചാൽ കവച് 4.0 അതിൽ ബേസിക് ആയിട്ടുള്ള എയിം അല്ലെങ്കിൽ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ സംഭവം ഓട്ടോമേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ഓട്ടോമേറ്റഡ് ആണ് ഇത് ബ്രേക്ക് ചെയ്യും. അതാണ് ഓട്ടോമേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കവച് 4.0 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ അത് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, RDSO റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ RDSO ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തത് PM ശ്രീ സ്കീം. നമ്മൾ കേട്ടാണ് PM ശ്രീ സ്കീം അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേറ്റിൽ എന്താണ് പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് തമിഴ്നാട്ടിൽ എന്താണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, റീസെന്റ് ആയിട്ട് തമിഴ്നാട്ടിൽ എന്താണ് ഇത് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ബ്രീഫായിട്ട് നോക്കാം എന്താ PM ശ്രീ സ്കീം. ബൈ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ. ബൈ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് PM ശ്രീ സ്കീം കൊണ്ടുവന്ന. ഏത് മിനിസ്റ്റർ അണ്ടറിലാണെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അണ്ടറിലാണ്. എന്താണ്? പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. ഓക്കെ, പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ ആണെന്ത് ഇതിന്റെ ഒരു ഫുൾ ഫോം അല്ലെങ്കിൽ ഒരു സംഭവം അറിയപ്പെടുന്നത് അല്ലേ. ഇനി എന്താണ്? 14,500 സ്കൂൾസ് വിൽ ബി അപ്ഗ്രേഡഡ്. അതായത് സ്കൂൾസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ആണിത് PM ശ്രീ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. PM ശ്രീ സ്കീം അതായത് സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു പ്രൊജക്റ്റ് ആണ്. ഇതിനുവേണ്ടി മാറ്റിച്ച ബഡ്ജറ്റിലാണ് 27,360 കോടി രൂപയാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, 27,360 crore. ഓക്കെ, ഇതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് എവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ് റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ചോദിക്കാൻ കൂടുതൽ സാധ്യത ഇത് എന്തിന്റെ വേണ്ടിയാണ് PM ശ്രീ സ്കീം ഉള്ളത്, എന്തിന്റെ ഇനിഷ്യേറ്റീവ് ആണെന്ന് വെച്ചാൽ എന്താണ്? സ്കൂൾസ്. ഓക്കെ, റൈസിംഗ് സ്കൂൾസ് എന്താണ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ളതാണ്. എത്ര സ്കൂളാണ്? 14,500 സ്കൂളിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതും ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. 2022 മുതൽ 2027 സെൻട്രൽ ഈ അപ്രൂവ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് എത്ര വർഷം തൊട്ടാണ്? 2022 മുതൽ 2027 വരെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത ഒരു ബുക്കാണ് ഐഡിയ ഓഫ് ഡെമോക്രസി. ഓക്കെ, ഐഡിയ ഓഫ് ഡെമോക്രസി. ആരാണ് ഇത്? സാം പിത്രോഡ എഴുതിയ ബുക്ക് കേട്ടോ. ഐഡിയ ഓഫ് ഡെമോക്രസി ബൈ സാം പിത്രോഡ. ഓക്കെ, ചോദിക്കാം, കാരണം റീസെന്റ് ആയിട്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ള നാഷണൽ ന്യൂസിലൊക്കെ ഇടം പിടിച്ച ഒരു ബുക്കാണ്.
അടുത്താണ് ശ്രീനിവാസ് ആർ കുൽക്കർണി ഹാസ് ബീൻ അവാർഡ് വിത്ത് ഷോ പ്രൈസ് 2024. ഓക്കെ, ഷോ പ്രൈസ് ഏത് ഫീൽഡ് കൊടുക്കുന്നതാണ്? മെഡിസിൻ അല്ലെങ്കിൽ ലൈഫ് സയൻസ്. ഓക്കെ, ആസ്ട്രോണമി, മെഡിസിൻ, അതുപോലെ ലൈഫ് സയൻസ്. ഓക്കെ, ഈ 3 മേഖലകളിൽ എന്താണ് കൊടുക്കുന്ന ഒരു കാറ്റഗറി കൊടുക്കുന്ന അവാർഡാണെന്ത്? ഷോ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഷോ പ്രൈസിന്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ 1.2 മില്യൺ ആണ്. ഓക്കെ, 1.2 മില്യൺ ആണ് ഇത് പ്രൈസ് ആയിട്ട് ഇവർക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. അപ്പം ഇതാണ് ഷോ പ്രൈസ് 2024 കിട്ടിയത്. ആർക്കാണ്? ശ്രീനിവാസ് ആർ കുൽക്കർണിക്കാണ് ഇത് ഈ ഒരു അവാർഡ് ലഭിച്ചത് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്തൊക്കെ ഇമ്പോർട്ടൻ്റ് ഒരു അവാർഡാണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ളൊരു ചോദ്യം കൂടാണ് ശ്രീനിവാസ് ആർ കുൽക്കർണിയുടെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്ത് ഇറ്റലി ഹോസ്റ്റഡ് ദ 50th G7 സബ്മിറ്റ് 2024. 50ാമത്തെ G7 സബ്മിറ്റ് എവിടെയാണ്? ഇറ്റലിയിലാണ് ഹോസ്റ്റ് ചെയ്തത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മസ്റ്റ് ആയിട്ടും പഠിക്കുക. കാരണം ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള മീറ്റിംഗ് ആണ്. അതും G7ന്റെ ഒരു മീറ്റിംഗ് ആണ്. 50ാമത്തെ മീറ്റിംഗ് ആണ്. ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ് നടന്നത്? ഇറ്റലിയിലാട്ടോ. ഇറ്റലിയിലാണ് G7ന്റെ 50ാമത്തെ മീറ്റിംഗ് നടന്നത് കേട്ടോ. ഫസ്റ്റ് മീറ്റിംഗ് എന്തായിരിക്കും? അപ്പോൾ 50ാമത്തേതാണെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് 1975 1975 ഫ്രാൻസിലാണത് ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് കേട്ടോ. ഫ്രാൻസിലാണ് ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. കറന്റ് 7 മെമ്പേഴ്സ് പ്ലസ് ഒരു യൂറോപ്യൻ യൂണിയൻ കൂടെ ആണ് ഇതിനകത്ത് അംഗമായിട്ടുള്ളത്. കംപ്ലീറ്റ് 8 മെമ്പേഴ്സ്, 7 മെമ്പേഴ്സ് പ്ലസ് യൂറോപ്യൻ യൂണിയൻ ആണ് ഇതിനകത്ത് G7 ഇപ്പോൾ മെമ്പേഴ്സ് ആയിട്ട് ഉള്ളത്. അതുപോലെ ഫസ്റ്റ് ഫൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ G7 ഫൗണ്ട് ചെയ്ത് 1975 അന്ന് ഫ്രാൻസിലായിരുന്നു സബ്മിറ്റ് നടന്നത്. ഇപ്പം എന്താണ് 50ാമത്തെ നടന്നത് ഇറ്റലിയിലാണെന്ന് ഒന്ന് പഠിച്ചു നോക്കുക. അടുത്ത സ്വിറ്റ്സർലാൻഡ് ഹോസ്റ്റഡ് ദ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് 2024. വീണ്ടും ILO പറ്റിയ ഒരു കാര്യം അല്ലേ. എന്താണ്? സ്വിറ്റ്സർലാൻഡ് ആണത് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് ഇത്തവണ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ILOയുടെ കാര്യം നമ്മൾ പറഞ്ഞാൽ 1990 ഫൗണ്ട് ചെയ്തെന്നൊക്കെ പറയാം അല്ലേ. 1919 ഇത് ഫൗണ്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി എന്താണ് ഒന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അതുപോലെ ഇത് മെമ്പേഴ്സ് എത്ര മെമ്പേഴ്സ് ഉണ്ട്? മെമ്പേഴ്സ് ടോട്ടൽ മെമ്പേഴ്സും ഒന്ന് പഠിച്ചു വെക്കാം. ടോട്ടൽ മെമ്പേഴ്സ് 187 ആണ് കേട്ടോ. ഓക്കെ, 187 മെമ്പേഴ്സ് ആണ് കേട്ടോ. 187 മെമ്പേഴ്സ് ആണ് ഇത് ഇതിനകത്തുള്ള കേട്ടോ. 187 മെമ്പേഴ്സ്. അടുത്ത് ചെനാബ് റെയിൽ ബ്രിഡ്ജ്. ഓക്കെ, ചെനാബ് റെയിൽ ബ്രിഡ്ജ് എന്താണ്? ചെനാബ് റെയിൽ ബ്രിഡ്ജിന്റെ പ്രത്യേകത വേൾഡ്സ് ഹയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ് ആണ്. ഇതാണ് വേൾഡ്സിൽ തന്നെ, ഞാൻ പറഞ്ഞു എപ്പോഴും വേൾഡ് അല്ലേ, വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് വേൾഡ്സ്. ഓക്കെ, വേൾഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആർച്ച് ബ്രിഡ്ജ് ആണെന്ത് ഫൗണ്ട് ചെയ്ത്. ലൊക്കേഷൻ ജമ്മു ആൻഡ് കാശ്മീരാട്ടോ. ഓക്കെ, ലൊക്കേഷൻ ആണെന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ്. എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണിത് ഈ ഓക്കെ ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അത് ചോദിക്കാം. വേൾഡ്സ് ഹയസ്റ്റ് ആർക്ക് ബ്രിഡ്ജ് ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എത്ര മീറ്റർ ആണ് ഹൈറ്റ്? 359 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 359 മീറ്റർ. വേൾഡ് നോക്കി, വേൾഡ് തന്നെയാണ്. വേൾഡിലെ ഹയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ് ആണ് ലൊക്കേറ്റ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ്. ഹൈറ്റ് 359. ഇനി മറ്റൊരു പേര്, ഇതിന്റെ പേര് ചോദിക്കാം. ഇതാണ് ചെനാബ് റെയിൽ ബ്രിഡ്ജ്. അപ്പോൾ ഏത് നദിയുടെ തീരത്താന്ന് വെച്ചാൽ ചെനാബിന്റെ കുറുകെയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ചെനാബ് റെയിൽ ബ്രിഡ്ജ് ആണിത് ഇതിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത വേൾഡ്സ് ഫസ്റ്റ് ഏഷ്യൻ കിങ് വൾച്ചർ കൺസർവേഷൻ. ഓക്കെ, വേൾഡ്സ് ഫസ്റ്റ് ഏഷ്യൻ കിങ് വൾച്ചർ കൺസർവേഷൻ എസ്റ്റാബ്ലിഷ് എവിടെയാണ്? ഉത്തർപ്രദേശിലാട്ടോ. ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശിലാണ്. ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് നമ്മുടെ ഏഷ്യാറ്റിക് അല്ലെങ്കിൽ ഏഷ്യൻ കിങ് വൾച്ചർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൺസർവേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഉത്തർപ്രദേശിൽ നിന്ന്. വേൾഡിലെ തന്നെ ഫസ്റ്റ് ഏഷ്യൻ കിങ് വൾച്ചർ കൺസർവേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ഒരു ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസ് ആണ്. അപ്പോൾ അതിൻ്റെ പേരുള്ള കൺസർവേഷൻ വേണ്ടിയാണ് ഇവിടെ ഉത്തർപ്രദേശിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി GSWS is located in മധ്യപ്രദേശ്. ഓക്കെ, മധ്യപ്രദേശിൽ ആണെന്ത് നമ്മുടെ ഏഷ്യാറ്റിക് ചീറ്റാസ് ഒക്കെ. ഓക്കെ, ഏഷ്യാറ്റിക് ചീറ്റാസിനൊക്കെ നമ്മൾ കൊണ്ടുവന്നായിരുന്നല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു കുണ നാഷണൽ പാർക്ക് അല്ലാണ്ട് മറ്റൊരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഈ ചീറ്റാസ് ഒക്കെ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണെന്ന് വെച്ചാൽ അത് റീസെൻ്റ് ആയിട്ട് മധ്യപ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒരുപാട് ന്യൂസൊക്കെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 2024 എന്താണ് ചോദിക്കാൻ സാധ്യത കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക്കായിട്ട് ചോദിക്കാം. ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തത് ഹേമന്ത് സോറൻ സോൺ ഇൻ എസ് എ CM ഓഫ് ജാർഖണ്ഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്. നമ്മൾ CM, ഗവർണേഴ്സ്, ബാക്കിയുള്ള ഗവൺമെന്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണത്. എല്ലാ സ്റ്റേറ്റിലെയും CM-ഉം ഗവർണറും എന്താണ് മാറിക്കഴിഞ്ഞാൽ അത് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് മസ്റ്റ് ആണ്. ഓക്കെ, ഹേമന്ത് സോറൻ സോൺ ഇസ് ദ CM ഓഫ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓൾസോ രവി അഗർവാൾ, ഓക്കെ, CBDT ചെയർമാൻ, ന്യൂ CBDT ചെയർമാൻ ആയിട്ട് ആരെ, രവി അഗർവാളിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സെൻട്രൽ ഓഫ് നമ്മളൊക്കെ എന്താണ് ജോലിക്ക് കയറുന്ന ഒരു സ്ഥാപനം അല്ലേ CBDT എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കാണാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് പുതിയ ചെയർമാൻ ആയിട്ട് ആരാണ്, രവി അഗർവാളിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും അപ്പോയിൻമെന്റ്സ് ആണ്. ന്യൂ ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ, ഓക്കെ, പുതിയ ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ ഗോവിന്ദ് മോഹൻ കേട്ടോ. ഞാൻ പറഞ്ഞ അപ്പോയിൻമെന്റ്സ് അവാർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്, കാരണം ചോദിക്കാൻ ഹൈ ചാൻസ് ആണ്. ഓക്കെ, ന്യൂ ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ ഗോവിന്ദ് മോഹൻ ആട്ടോ, ഗോവിന്ദ് മോഹൻ. അതുപോലെ ന്യൂ ചെയർമാൻ ഓഫ് ICCL, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ക്രിക്കറ്റൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ ചെയർമാൻ ICCയുടെ ഓക്കെ പുതിയ ചെയർമാനായിട്ട് ആരാ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ജയ് ഷായിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാണ് ഈ ICC ഫോം ചെയ്ത്, ഓക്കെ, ICC ഫോം ചെയ്ത വർഷം എന്താണ്, 1909 അല്ലേ. BCC എന്ന ഫോം ചെയ്ത് അത് 1928 ആണ്, 1928 BCC ഫോം ചെയ്ത്. ICC ഫോം ചെയ്യുന്നതാണ് 1909. ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ മുംബൈ. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായ് ആണ്, ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായ്. ഓക്കെ, BCCയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് BCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നത്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായിലാണ്. ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, ഇടയ്ക്ക് സ്ട്രാറ്റജിക്ക് ആയിട്ട് ചോദിക്കാറുണ്ട്. അതിൽ പുതിയ ഓർഗനൈസേഷനൊക്കെ ഫോം ചെയ്ത വർഷം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇത് എക്സ്ട്രാ ഫാക്ട്സും കൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പുതിയ ചെയർമാൻ ഓഫ് ICC ജയ് ഷാ, ഓക്കെ, 1909 ഇത് ഫോം ചെയ്ത്, ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായിലാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ന്യൂ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്, ED അല്ലേ, നമ്മൾ വാർത്തയിലെ കാണാറുണ്ടല്ലേ ED. നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നതുല്യമായ ജോലിയൊക്കെയാണ് ED CCL വഴി ജോലി കിട്ടുന്ന ഒരു മേഖലയാണത് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പുതിയ ഡയറക്ടർ, ഓക്കെ, ന്യൂ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരാണ്, രാഹുൽ നവീൻ ആട്ടോ, രാഹുൽ നവീൻ. ഓക്കെ, രാഹുൽ നവീൻ ന്യൂ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഓക്കെ, എന്നാ ഫോം ചെയ്ത് 1956 കേട്ടോ, 1956 മെയ് 1 തീയതിയാണത് ഇത് ഫോം ചെയ്ത്. ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി കേട്ടോ, ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഓക്കെ ന്യൂഡൽഹിയിലാണിത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്താണ് നെക്സ്റ്റ് വൺ, N. Chandrababu Naidu become the new CM of ആന്ധ്രാപ്രദേശ്. അസ്പർ ഞാൻ പറഞ്ഞു അസ്പർ 2024 കേസുകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ വീഡിയോ ഔട്ടാണ് സമയത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക. നമ്മൾ 2024 കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യുന്നത്, പ്രത്യേകം പറയുകയാണ്. എന്തായാലും ഡിസംബർ ഇപ്പോൾ 2024 അപ്പോയിൻമെന്റ്സ് മേ ബി 2025 ആകുമ്പോഴേക്കും മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്താണ് ഇടയ്ക്ക് എക്സാം ചോദിക്കാറുണ്ട്, ആരാണ് അസ്പർ 2024 എന്താണ് എടുത്ത് പ്രത്യേകം ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2024 വീണ്ടും എടുത്ത് പറയുന്നത്. നിങ്ങൾ എന്താണ് ഇപ്പോൾ അപ്ഡേറ്റ് ആണെങ്കിൽ അത് എടുത്ത് നോക്കുക, നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, N. Chandrababu Naidu become the new CM of ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് CM, ചീഫ് മിനിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാ അപ്പോയിൻമെന്റ്സും അതിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്റ്റേറ്റിലെയും CM-ഉം ഗവർണറും അതുപോലെ നമുക്ക് നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ അപ്പോയിൻമെന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഏരിയ കേട്ടോ. അപ്പോൾ പുതിയ CM ആന്ധ്രാപ്രദേശിലെ പുതിയ CM ആയിട്ട് ആരാണ്, N. Chandrababu Naiduവിനെ ഇലക്ട് ചെയ്ത്. നെക്സ്റ്റ് വൺ വീണ്ടും ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ TV സോമനാഥനാണ്. ഓക്കെ, ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ TV സോമനാഥൻ. ഓക്കെ, ക്യാബിനറ്റ് പറയുമ്പോൾ കേബിൾ എന്ന് ആലോചിച്ചാൽ മതി, കേബിൾ. അപ്പോൾ കേബിൾ TV അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, അല്ലേ, CAB എന്നല്ല, അപ്പോൾ കേബിൾ എന്ന് ആലോചിക്കാം. കേബിൾ ഇവിടെ TV-യിലാണ് അല്ലേ കാണാനുള്ളത്. അപ്പോൾ TV സോമനാഥൻ. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് TV സോമനാഥൻ. പെട്ടെന്ന് ഈ കൂടുതലും അപ്പോയിൻമെന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും കോഡുകളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ആ ചോദ്യം കാണുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. ഏറ്റവും സിംപ്ലസ്റ്റ് വേ അതാണ്. നമ്മൾ ഒരു ചോദ്യം കാണുന്നു, ആ ചോദ്യം കണ്ടതിന് ശേഷം ആ ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിലേക്ക് വരാൻ പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പഠിക്കുന്നത് അതായിരിക്കും. കാരണം നമുക്ക് ബ്രെയിനിന് അത്ര പണി, നമ്മൾ ഓർത്തെടുത്ത് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. ബ്രെയിൻ എന്താണ് കാണുമ്പോൾ, കാരണം നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ എന്താണ് ഉത്തരം ഓർമ്മ വന്നാൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആ ഒരു കാര്യമായിരിക്കും. അപ്പോൾ TV സോമനാഥൻ ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. അടുത്ത് 2024 നാറ്റോ സബ്മിറ്റ്. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ എന്ന് പറയുന്നത്. 2024
നാറ്റോ സബ്മിറ്റ് എവിടെയാണ്? അത് വാഷിംഗ്ടൺ DC USA ലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സബ്മിറ്റ്സ് മീറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാറ്റോ. ഓക്കെ, 1944 നാറ്റോ ഫോം ചെയ്ത് വാഷിംഗ്ടൺ DC USA ലാണ് 2024 നാറ്റോ സബ്മിറ്റ് ഹെൽഡ് ചെയ്ത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓക്കെ, ഓപ്പറേഷൻ ഇന്ദ്രാവതി അത് ഏത് സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ടു ഇവാക്യുവേറ്റ് സിറ്റിസൺ ഫ്രം ഹൈത്തി. ഓക്കെ, ഹൈത്തിയിൽ നിന്നും ഇന്ത്യൻ സിറ്റിസനെ എന്താണ് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പറേഷൻ വരാനത് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്ന ഒരു കരീബിയൻ സ്ഥലമാണ്. ഓക്കെ, ഇന്ദ്രാവതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചോദിക്കാറുണ്ട് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഏത് സ്ഥലമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ചോദിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങനത്തെ കാണാറുണ്ട് അല്ലേ. അതിന് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത്. കാരണം ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ മിലിറ്ററി എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഓപ്പറേഷൻ ഇന്ദ്രാവതി ടു ഇവാക്യുവേറ്റ് സിറ്റിസൺ ഫ്രം ദ ഈ പ്ലേസും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഹൈത്തി എന്ന് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത യോജനാസ്. ഓക്കെ, വീണ്ടും യോജനാസ് സ്കീംസ് പറയാറുള്ളത്. സ്പർശ് യോജന. ഓക്കെ, സ്പർശ് യോജന ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ എപ്പോഴും പറയും യോജനാസ് സ്കീംസ് ഒക്കെ വരുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് അത് ഏത് മിനിസ്ട്രി ആണ് ലോഞ്ച് ചെയ്തത്. അതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള ദ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ്, ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റേറ്റിലാണെങ്കിൽ ആ സ്റ്റേറ്റ് ഏതാണെന്നും ചോദിക്കും. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് ഒന്നുമില്ല. നോക്കി, ടു അവാർഡ് children in the class from 6th to 9th an amount of 6,000 per year. അതായത് 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഒരു പെർ വർഷം എന്താണ് വർഷം 6,000 രൂപ വെച്ച് കൊടുക്കുക. ഓക്കെ, ആ ഒരു സ്കീമാണിത് സ്പർശ് യോജന എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്ത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണിത് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് ഇരിക്കുക. അടുത്ത ഇന്ത്യാസ് ഫസ്റ്റ് റൈസ് ATM ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ ഒഡീഷ. ഓക്കെ, ഒഡീഷയിലെ ഭുവനേശ്വർ കേട്ടോ. ഒഡീഷയിലെ ഭുവനേശ്വറിൽ എന്താണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യാസ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലാർജസ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യാസ് ഫസ്റ്റ് റൈസ് ATM ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ എവിടെയാണ്? അത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ എന്താണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അന്നപൂർത്തി ഗ്രെയിൻ ATM. ഓക്കെ, അന്നപൂർത്തി ഗ്രെയിൻ ATM എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഓക്കെ, അന്നപൂർത്തി ഗ്രെയിൻ ATM അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. തിരിച്ചും മറിച്ച് ചോദിക്കാം. ഫസ്റ്റ് റൈസ് ATM എവിടെയാണ്? ഒഡീഷയും ഓപ്ഷൻ കാണാം, ഭുവനേശ്വറും ചിലപ്പോൾ വരാം, ഏത് വേണമെങ്കിലും വരാം. ഒക്കെ അത് അങ്ങനെ പഠിച്ചു വെക്കുക. ഒഡീഷ എന്ന് മാത്രം പഠിക്കാണ്ട് ഭുവനേശ്വരം കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ പേരും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അന്നപൂർത്തി ഗ്രെയിൻ ATM എന്നാണ് അതിൻ്റെ പേരും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് വേൾഡ്സ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി. വേൾഡിൽ തന്നെ ഹയസ്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു വീണ്ടും ഹയസ്റ്റ് ലാർജസ്റ്റ് ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ്. വേൾഡ്സ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി. വേൾഡ്സ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി അറ്റാക്കാമ ഇനാഗ്രേറ്റഡ് ഇൻ ചിലി. ഓക്കെ, ചിലിയിൽ എന്താണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേൾഡ്സ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി അറ്റാക്കാമ. അതിൻ്റെ പേരാണിത് അറ്റാക്കാമ എന്ന് പറയുന്നത്. അപ്പോൾ പേരും ചോദിക്കാം. അതിൻ്റെ പേരെന്താണ്? വേൾഡ്സ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി പേര് അറ്റാക്കാമ. ഇത് എവിടെയാണ്? ഓക്കെ, ചിലിയിലാണിത് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഓക്കെ വേൾഡ്സ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി എന്ന് പറയുന്നത്. അടുത്ത വേൾഡ്സ് ഫസ്റ്റ്. ഓക്കെ, വേൾഡ്സ് ഫസ്റ്റ് 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ. ഓക്കെ, വേൾഡിലെ തന്നെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ. അതിൻ്റെ പേരാണിത് അഗ്നിബാൻ. പിക്ചറിനുണ്ട് അഗ്നിബാൻ എന്ന് പറയും കേട്ടോ. വേൾഡ്സ് ഓക്കെ ഫസ്റ്റ് 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ അഗ്നിബാൻ. ഇനി ആരാണ് ഇത് ബിൽഡ് എന്ന് ചോദിക്കാറുണ്ട്. അഗ്നികുൾ കോസ്മോസ് ആട്ടോ. ഓക്കെ, അഗ്നികുൾ കോസ്മോസ്. അഗ്നികുൾ കോസ്മോസ് ആണിത് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അഗ്നികുൾ കോസ്മോസ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ വേൾഡ്സ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി അതിൻ്റെ ഹൈറ്റ് ചോദിക്കാനുണ്ട്. 5640 മീറ്റർ ആട്ടോ. 5640 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ഹയസ്റ്റ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഉയരം കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 5640 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം വരുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുക. അടുത്ത വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. വീണ്ടും ഇൻഡെക്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ടോപ്പ് വന്നിരിക്കുന്നത് നോർവേ ആണ്. ഓക്കെ, നോർവേ ആണ് ടോപ്പ്. എപ്പോഴും പറയാണ്ടല്ലോ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ് ഇങ്ങനത്തെ ഒരു എന്താണ് കൺട്രീസ് ആയിരിക്കും എല്ലാ ഇൻഡെക്സുകളും ടോപ്പായിട്ട് വരാറുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഇന്ത്യയുടെ റാങ്ക് ആണ്. ഓക്കെ, 159 ആണ് എന്ത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. 159 159. അതുപോലെ അടുത്ത് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2024. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2024 ടോപ്പ് വന്നിരിക്കുന്നത് സ്വീഡൻ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു സ്വീഡൻ, നോർവേ കണ്ടോ എപ്പോഴും ആ ഒരു കാറ്റഗറി വരുള്ളൂ കേട്ടോ. അത് സ്വിറ്റ്സർലാൻഡ് ഒക്കെ വരാറുണ്ട്. സ്വീഡൻ ഓക്കെ ടോപ്പ് സ്വീഡൻ ആണ്. ഇന്ത്യയുടെ റാങ്ക് 63 ആണ് കേട്ടോ. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 63. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പഠിക്കുക 159 ആണെന്ന്. അതുപോലെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 63 ആണ് ഇതിന്റെ റാങ്ക് എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, രണ്ടും പഠിക്കുക. ടോപ്പും പഠിക്കുക. ടോപ്പിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയുടെ റാങ്ക് ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക.
അടുത്ത സ്പോർട്സ് വന്നപ്പോഴാണ് ഫ്രഞ്ച് ഓപ്പൺ. ഓക്കെ, നമുക്ക് 4 ടൈപ്പ് ഓഫ് ഓപ്പൺസ് ഉണ്ടല്ലേ. ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ. ഓക്കെ, 4 ഉണ്ട്. ഞാൻ നോക്കിയാൽ ഫ്രഞ്ച് ഓപ്പൺ 2024. ഓക്കെ, വുമൺസും മെൻസും രണ്ടും പഠിച്ചു നോക്കാം. ഫ്രഞ്ച് ഓപ്പൺ വുമൺസ് ഇഗ സ്വിയാടെക് ആണിത് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ മെൻസ് കാർലോസ് അൽക്രാസ് ആണെന്ന് സ്വന്തമാക്കിയിരുന്നത് കേട്ടോ. കാർലോസ് അൽക്രാസ് ഫ്രഞ്ച് ഓപ്പൺ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, FC എന്നൊക്കെ പണ്ട് കൂടുതലും ചോദിക്കുന്ന മെൻസിൻ്റെ ആണ്. ഓക്കെ, വുമൺസിന് ചോദിക്കാറുണ്ട്, എന്നാലും ഒന്ന് പഠിച്ചു നോക്കുക. അല്ലെങ്കിൽ FIZ എന്നൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, അത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. അപ്പം FIC അല്ലെങ്കിൽ FCI എന്നൊക്കെ ഓർപ്പിച്ച ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ FCI എന്ന് ഓർത്ത് വെച്ചാൽ മതി. കാർലോസ് അൽക്രാസും ഇഗാസുവായിട്ടൊക്കെയാണിത് ഫ്രഞ്ച് ഓപ്പൺ 2024 കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണത് നമ്മുടെ US ഓപ്പൺ. മാറിപ്പോരുത്, US ഓപ്പൺ കരസ്ഥമാക്കിയ നടക്കുന്ന US ഓപ്പൺ ജാനിക് സിന്നറും അതുപോലെ അരണ്യ സബലങ്കയാണിത് ഇത് സ്വന്തമാക്കിയിരിക്കുന്നത്. അതും ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ പഠിച്ചു വെക്കാൻ കോഡൊന്നുമില്ല അല്ലേ, JA. ഓക്കെ, UAJ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അരണ്യ സബലങ്കാൻ്റെ ജാനിക് സിന്നറാണിത് US ഓപ്പൺ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ അതുപോലെ US ഓപ്പൺ തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. പ്രത്യേകം പഠിക്കുക, രണ്ടും മറന്നു പോകാണ്ടും പഠിച്ചു. കാരണം ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. പെട്ടെന്ന് നമ്മൾ എന്താണ് എക്സാമിന് കാണുമ്പോഴേക്കും കുറച്ച് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊരു കോഡ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ FG എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് എങ്ങനെ ഒരു കോഡിൽ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. കാരണം അതിൽ കുറച്ച് ബെറ്റർ. കാരണം നമുക്ക് ആ സമയത്തുമ്പോഴേക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി മാറും. കാരണം നമ്മൾ ആ ഒരു ടെൻഷനിലും ആ ഒരു സമയത്ത് ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഓപ്ഷൻ കാണുമ്പോഴേക്കും ഇതാണോ ചിലപ്പോൾ 4 ഓപ്ഷൻ കാണും. ഇപ്പോൾ ജാനിക് സിന്നർ അതുപോലെ ദുവാക് നോക്കി വെച്ച് കാർലോസ് അൽക്രാസ് ഒക്കെ എല്ലാവരും ഓപ്ഷൻ കാണും. പെട്ടെന്ന് നമുക്കൊന്ന് ഒരു കൺഫ്യൂഷൻ ആവും, ഇതാണോ. അപ്പോൾ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ കോഡിലായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ എപ്പോഴും നമ്മൾ പറയാറില്ല കേട്ടോ. Next one, India became the 6th country to have its own deep sea mission. Okay, India എന്താണ് deep sea mission ഉള്ള 6ാമത്തെ കൺട്രി മാറിയത് ഇന്ത്യ. ഓക്കെ, അതിൻ്റെ പേരാണിത് മത്സ്യ 6000 എന്ന് പറയും കേട്ടോ. മത്സ്യ 6000 ആണിത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. എത്രാമത്തെയാണ് ലോകത്തിൽ തന്നെ 6th country to have its own deep sea mission. ഡീപ് സീ മിഷൻ ഉള്ള ഇന്ത്യയിലെ 6th country ആയി മാറി. ഇത് ഡെവലപ്പ് ചെയ്താണെന്ന് വെച്ചാൽ ഡെവലപ്പ് ബൈ National Institute of Developed by National Institute of Ocean. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ISR ആണ് കേട്ടോ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. ഓക്കെ, ഓഷ്യൻ ടെക്നോളജി ആൻഡ് ISRO. അപ്പോൾ ചോദിക്കാം ആര് തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചർ ആണെന്നൊക്കെ ചോദിക്കാം. joined by national Institute of Ocean Technology and ISRO. ഓക്കെ, ISR രണ്ടുപേരും എന്താണ്, രണ്ടുപേരുമുള്ള ജോയിൻറ്റ് വെഞ്ചർ ആണെന്ത് നമ്മുടെ ഡീപ് സീ മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പേരും ചോദിക്കാം മത്സ്യ 6000. എന്താ മത്സ്യ 6000 ആണെന്ത് ഇതിൻ്റെ പേര് കേട്ടോ. അടുത്ത് India's first coal gasification pilot project launched in Jharkhand. India's first coal gasification pilot project launched in Jharkhand. Okay, ജാർഖണ്ഡിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അറ്റ് എവിടെയാണ്, അവിടുത്തെ ജമാത്ര ഡിസ്ട്രിക്റ്റിൽ. ഓക്കെ, അറ്റ് ജമാത്ര ഡിസ്ട്രിക്ട് ടു കൺവേർട്ട് കോൾ ഇൻ ടു വാല്യബിൾ ഗ്യാസ് ലൈക്ക് മീത്തേൻ ആൻഡ് ഹൈഡ്രജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്ത സെയിം സാധനമാണ്. ഇന്ത്യസ് ഫസ്റ്റ് കോൾ ഗാസിഫിക്കേഷൻ പൈലറ്റ് പ്രോജക്ട് ജാർഖണ്ഡിൽ ലോഞ്ച് ചെയ്ത് നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്താണ്. വീണ്ടും ഡിസ്ട്രിക്റ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജമാത്ര ഡിസ്ട്രിക്ട് ഒന്നും കൂടെ പറയാം എന്താണ്, ടു കൺവേർട്ട് കോൾ ഇൻ ടു വാല്യബിൾ ഗ്യാസ് ലൈക്ക് മീത്തേൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, ഓൾറെഡി നമ്മൾ കുറച്ച് മുമ്പ് എടുത്താണ്, വീണ്ടും റിപ്പീറ്റ് ആവുന്നത് കേട്ടോ. അടുത്തത് മധ്യപ്രദേശ് സ്റ്റേറ്റ് ടോപ്പ് PM സ്വനിധി സ്കീം ലോഞ്ച്. ഓക്കെ, സ്വനിധി സ്കീം എന്താണ് ഈ സ്വനിധി സ്കീം എന്ന് പറയുന്നത്? അതായത് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി ആട്ടോ. സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ, സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി സ്കീം. അതാണ് സ്വനിധി എന്ന് പറയുന്നത്. അതായത് കൂടുതൽ നമ്മുടെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിലെ വഴിയോര കച്ചവടക്കാരില്ലേ, അപ്പോൾ അവർക്ക് എന്താണ് ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുത്തിട്ട് അവരുടെ ഒരു ബിസിനസ് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രോഗ്രാമാണിത് ഈ സ്വനിധി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വനിധി സ്കീമിൽ ഏറ്റവും ടോപ്പ് ആയത് ആരാന്ന് വെച്ചാൽ അത് മധ്യപ്രദേശ് ആണത് ടോപ്പായി മാറിയത്. ഇത് ലോഞ്ച് ചെയ്ത് സ്വനിധി സ്കീം ലോഞ്ച് ചെയ്തെന്ന് വെച്ചാൽ അത് 2020 ഈ സ്വനിധി സ്കീം ലോഞ്ച് ചെയ്തിട്ട് ലോഞ്ച് ചെയ്തിട്ട് 2020 ഒക്കെ 2020 ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
അടുത്ത കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ്, വീണ്ടും കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സ് ടോപ്പ് ആയത് യാങ്ഷാൻ പോർട്ട്, ചൈനയിലെ യാങ്ഷാൻ പോർട്ടാണ് ഇതിനകത്ത് ടോപ്പ് ആയത്. ഇനി ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ടോപ്പായി മാറിയത് വിശാഖപട്ടണമാണ്, റാങ്ക് 19 ആട്ടോ. ഓക്കെ, റാങ്ക് അതായത് ഓരോ കൺട്രീസിലെയും സെപ്പറേറ്റ് പോർട്ട്സ് എടുക്കും. ആ പോർട്ട്സ് ഏറ്റവും കൂടുതൽ റാങ്ക് കുറഞ്ഞ റാങ്ക് അങ്ങനെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് എന്താണ് കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സിൽ ടോപ്പായി മാറിയത് ആരാണ്? അത് യാങ്ഷാൻ പോർട്ട്, ചൈനയിലെ യാങ്ഷാൻ പോർട്ടാണ്. അതുപോലെ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ടോപ്പായി മാറിയത്? വിശാഖപട്ടണം. ഓക്കെ, റാങ്ക് 19. ഓക്കെ, വിശാഖപട്ടണം ആണ് ഇന്ത്യയിലെ ടോപ്പായത്. അതിന്റെ ഓവർ റാങ്ക് എന്ന് വെച്ചാൽ റാങ്ക് 19 ആട്ടോ, 19. ഓക്കെ, കൂടുതലും ചോദിക്കാൻ സാധ്യത റാങ്ക് അല്ല, ഇന്ത്യയിലെ ഏത് ടൗൺ ആണ് ഇതിനകത്ത്, ഏത് പോർട്ടാണ് ഇതിനകത്ത് ടോപ്പായി മാറിയതാണത് ചോദിക്കാൻ കൂടുതൽ ചാൻസ് കേട്ടോ. അതുപോലെ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ആരാണ്? അത് നീതി ആയോഗ് കേട്ടോ. നീതി ആയോഗ് ആണെന്ന് ഇത് റിലീസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നീതി ആയോഗ്. SDG ഇൻഡെക്സ് അങ്ങനെ ചോദിക്കാറുണ്ടോ? SDG ഇൻഡെക്സ് ആരാണ്, ഏത് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. നമുക്ക് 4 ഓപ്ഷൻ തരും, RBI, നീതി ആയോഗ്, നബാർഡ്, അതുപോലെ എന്താണ് FCI എന്നൊക്കെ പറഞ്ഞാൽ ഒരു 3-4 ഓപ്ഷൻ തരും. അപ്പോൾ അതിനകത്ത് ആരാണ്? നീതി ആയോഗ് ആണെന്ന് ഇത് SDG ഇൻഡെക്സ് റിപ്പോർട്ടുകൾ റിലീസ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. വീണ്ടും ഇൻഡെക്സുകൾ. ഓക്കെ, ഇൻഡെക്സുകളുടെ ബഹളം അല്ലേ, ഒരുപാട് പഠിക്കാനുണ്ടല്ലേ. നോക്കാം. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2024, ഗ്ലോബൽ പീസ്. ഓക്കെ, സമാധാനം ടോപ്പ് ഐസ്ലൻഡ് ആണ്. ഓക്കെ, ടോപ്പ് ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ റാങ്ക് 116 ആട്ടോ, 116, 116 ആണത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഒരുപാട് ഇൻഡെക്സ് റാങ്ക് ഉണ്ട്, കുറെ കൺഫ്യൂസ്ഡ് ആവും നിങ്ങളെല്ലാം. ഒരുമിച്ച് ഇതെല്ലാം എഴുതി വെച്ചിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറി കൂട്ടോ 116. പിന്നെ ഏകദേശം ഒരു കണക്ക് കിട്ടും നമുക്ക്. റാങ്കുകളുടെ നമ്പർ കാണുമ്പോഴേക്കും ഈ നമ്പർ മാത്രം, റാങ്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഏകദേശം ഒരു കണക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്ക് ഈസിയാണ്. പക്ഷേ എന്നാലും ഒരുപോലെ ഒരു 3-4 കൊടുത്ത് മേ ബി നമുക്ക് പാളിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഡെപ്തിൽ എന്താണ് ഇത് കൃത്യമായിട്ട് ഇതാണ്, കാരണം നമ്പേഴ്സ് എന്താണ് കുറച്ച് മാറിപ്പോകാൻ കൺഫ്യൂസ് ആവാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 116 ആണ് റാങ്ക് കേട്ടോ. അതുപോലെ ഏഷ്യ പവർ ഇൻഡെക്സ്. ഓക്കെ, ഏഷ്യ പവർ ഇൻഡെക്സിൽ ഫസ്റ്റ് ടോപ്പ് ഒന്ന് ആരാണ്? USA. ഓക്കെ, ഏഷ്യ പവർ ഇൻഡെക്സിൽ ടോപ്പ് വന്നിരിക്കുന്നത് USA ആണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് ചൈനയാണ്. തേർഡ് വന്നിരിക്കുന്നത് ഇന്ത്യയാണ്. ഓക്കെ, ഏഷ്യ പവർ ഇൻഡെക്സ് കേട്ടോ. ഓക്കെ, ഏഷ്യ പവർ ഇൻഡെക്സിൽ ടോപ്പ് 3 ഒന്ന് പഠിച്ചു നോക്കുക. ഇന്ത്യ റാങ്ക് 3 ആണ്, വളരെ ഈസിയാണ്. ടോപ്പ് വന്നിരിക്കുന്നത് USA ആണ്. ഇൻഡെക്സും റാങ്കുകളും അത്രത്തോളം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 4 ജപ്പാൻ ആണ്, 5 ഓസ്ട്രേലിയ ആൻഡ് 6 റഷ്യ. ഓക്കെ, നെക്സ്റ്റ് 2024 SCO സബ്മിറ്റ്. ഓക്കെ, 2024 SCO സബ്മിറ്റ് എവിടെ നടന്നത്? ഹെൽഡ് ഇൻ ആസ്താന. ഓക്കെ, കസാഖിസ്ഥാനിലെ ആസ്താന എന്ന സ്ഥലത്താണെന്ത് ഈ 2024 ഓക്കെ SCO സബ്മിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആരാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അറ്റൻഡ് ചെയ്തത്? S ജയശങ്കർ, നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററായ ഓക്കെ നമ്മുടെ മിനിസ്റ്ററായ S ജയശങ്കർ ആണത് ഇത് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബെലാറസ് ബിക്കം ദ 10th മെമ്പർ. ഓക്കെ, 10th മെമ്പർ ഈ ഒരു SCO സമ്മിറ്റിലെ 10ാമത്തെ മെമ്പർ. ഈ ഇവന്റിലെ സമ്മിറ്റിലെ മെയിൻ ആയിട്ടുള്ള കീ പോയിന്റ്സ് ആണ്, അതും ചോദിക്കാം കേട്ടോ. എവിടെ വെച്ച് നടന്നത് മാത്രമല്ല ഈ കീ പോയിന്റ്സ് ചോദിക്കാം. കസാഖിസ്ഥാനാണ് SCO സമ്മിറ്റ് നടന്നത്. അതുപോലെ ബെലാറസ് ബിക്കം ദ 10th മെമ്പർ. ഓക്കെ, 10th മെമ്പർ എന്താ ബെലാറസ് എന്നാണ് 10ാമത്തെ മെമ്പറായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 2023-ലും 2025-ലും ഇതോടെ നടക്കുന്നു, ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. കാരണം 23-ലെ കറണ്ട് അഫയേഴ്സ് ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ 23-ല് ഈ SCO സമ്മിറ്റ് നടന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. 23-ല് ഇന്ത്യ തന്നെ നടന്നു. ഇനി 25-ല് അടുത്ത ഈ കൊല്ലം എന്താണ് ഈ കൊല്ലം നടത്താൻ പോകുന്നത്? ചൈനയിലാണ് ഈ SCO സമ്മിറ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 2023 ഇന്ത്യ, 2024 നടന്ന് കസാഖിസ്ഥാൻ, 2025 നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ വർഷം നടക്കുന്നത് ചൈനയിലാണെന്നും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒരു ഇന്ത്യയിൽ നിന്ന് ആര് അറ്റൻഡ് ചെയ്തെന്നും ഇപ്പം കലണ്ടർ എന്താണ് ബെലാറസ് 10th മെമ്പറായി മാറിയതും ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത് 9th ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഓഫ് നീതി ആയോഗ്. ഓക്കെ, 9th ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഓഫ് നീതി ആയോഗ് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്തു? ഹെൽഡ് അറ്റ് രാഷ്ട്രപതി ഭവൻ കൾച്ചർ സെന്റർ, ന്യൂഡൽഹി. രാഷ്ട്രപതി സെന്റർ എന്താണ് എത്രാമത്തെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ആണ് നടന്നതെന്ന് ചോദിക്കാം. അതായത് 9th ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ആണെന്ന് നടന്നത് കേട്ടോ. 9th ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഹെൽഡ് അറ്റ് രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്റർ, ന്യൂഡൽഹി. ഓക്കെ, രാഷ്ട്രപതി ഭവൻ കൾച്ചർ സെന്റർ ന്യൂഡൽഹി വെച്ചാണ് ഈ ഇവന്റ് നടന്നിട്ടുള്ളത്. പഠിച്ച് വെക്കുക. അല്ലെങ്കിൽ ന്യൂഡൽഹി മാത്രമേ ചോദിക്കുള്ളൂ ഓപ്ഷനിൽ. ഇന്ത്യയിൽ എവിടെയാണ് നടന്നത്? ഓക്കെ, മെയിൻലി ആവുള്ളൂ നീതി ആയോഗിൻ്റെ ഒക്കെ എല്ലാ ടൈപ്പ് ഓഫ് എന്താണ് മീറ്റിംഗ് നടക്കുന്നത് അവിടെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ന്യൂഡൽഹിയിലായിരിക്കും മിക്കപ്പോഴും നടക്കാറുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് പഠിച്ചു വെക്കുക. അത് രാഷ്ട്രപതി ഭവനിലാണ് നടക്കുകയുള്ളൂ. അടുത്ത് ശുക്രയാൻ 1. ഓക്കെ, റീസെൻ്റ് ആയിട്ട് നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് കണ്ട ഒരു കാര്യമാണ് ശുക്രയാൻ 1 എന്ന് പറയുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് വീനസ് മിഷൻ ആണ്. ഓക്കെ, ഇന്ത്യാസ് ഫസ്റ്റ് വീനസ് മിഷൻ
ടു സ്റ്റഡി ദ സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് വീനസ്. ഓക്കെ, എന്താണ് നമുക്കറിയാം, ഓൾറെഡി ശുക്രൻ എന്ന് പറയുമ്പോൾ വീനസ് ആണെന്ന് അറിയാം. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ വീനസ് മിഷനാണ് ശുക്രൻ എന്ന് പറയുന്നത്. എന്താണ് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ ആയിട്ട് പറയുന്നത്, നമുക്ക് അറിയാത്തവർക്ക് പറയാം. സ്റ്റഡി ദ സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് വീനസ്. വീനസിന്റെ ചുറ്റും അറ്റ്മോസ്ഫിയറിനെ പറ്റിയൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നതാണ് ശുക്രൻ 1 എന്ന് പറയുന്നത്. റോക്കറ്റ് ഏത് യൂസ് ചെയ്യുന്ന റോക്കറ്റ് LVM-3 ആട്ടോ. ഓക്കെ, LVM-3 ആണിത് നമ്മൾ ലോഞ്ച് യൂസ് ചെയ്യുന്നത്. അവരെ പ്ലാൻ ടു ലോഞ്ച് ഇൻ 2028. ഏത് വർഷമാണ് ശുക്രയാൻ ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. 2028 ഇത് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ISRO ആരാണ്, നമ്മുടെ ISRO ആണിത് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ ബഡ്ജറ്റ് എത്ര ചോദിക്കാം, 1236 കോടി ആട്ടോ. ഓക്കെ, 1236 കോടി. നമ്മുടെ ചന്ദ്രയാൻ 3 എന്താണ് ഇരട്ടി തുകയാണ്. 1236 കോടിയാണിത് ശുക്രയാൻ 1ന്റെ ചെലവ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. കാരണം ചോദിക്കാം ഏത് വർഷമാണ് ലോഞ്ച് ചെയ്യുന്നത് ചോദിക്കാം, ഏത് വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കാം, എന്തിനെ പറ്റിയാണ്, എന്താണ് പ്ലാനറ്റിനെ പറ്റിയാണ് ചോദിക്കാം. അതുപോലെ എത്ര കോടിയാണ് ബഡ്ജറ്റ് എന്നും ചോദിക്കാം. ഈ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, ന്യൂ UPSC ചെയർമാൻ പ്രീതി സുദാൻ. ഓക്കെ, UPSC പുതിയ ചെയർമാനായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു, വീണ്ടും അപ്പോയിൻമെന്റ് ആണ്. പ്രീതി സുദാനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, UPSC ബന്ധപ്പെട്ട ആർട്ടിക്കിളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. 315 ആണ്, 315, 16, 17 ഒക്കെ UPSC ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. പുതിയ UPSC ചെയർമാനായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടു, പ്രീതി സുദാനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, B. Srinivasan has been appointed as the Director General of NSG, നാഷണൽ സെക്യൂരിറ്റി. എന്താണ് അതിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് B. ശ്രീനിവാസനെ അപ്പോയിന്റ് ചെയ്യണം കേട്ടോ. B. Srinivasan has been appointed as the Director General of NSG. അപ്പോയിന്റ്മെന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്ത്, Charadio Moidams become the 43rd UNESCO World Heritage Site. ഓക്കെ, 43ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഓരോ ഹെറിറ്റേജ് സൈറ്റ്സ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, 41, 42 ഒക്കെ റീസെന്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് ന്യൂ ആയിട്ട് ആഡ് ചെയ്ത ഹെറിറ്റേജ് സൈറ്റ്സ് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പേര് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, Charadio Moidams become the 43rd യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് എന്താണ് ഈ ഒരു സൈറ്റ് മാറിയിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഈ പേരെന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം നമുക്ക് പറയാം അത്ര ഒരു ഫെമിലിയർ ആത്ത പേരല്ല കേട്ടോ. അപ്പോൾ ആ പേരെന്താണ്, അങ്ങനെ നിങ്ങൾ സ്പെല്ലിങ്ങും അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ പ്രൊണൗൺസ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് പ്രൊണൗൺസിയേഷൻ അല്ല ആവശ്യം, നമുക്ക് ആ കണ്ടന്റ് ആ എക്സാമിനടുത്ത് കിട്ടുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, പക്ഷേ നമ്മൾ പഠിക്കാൻ എളുപ്പം നിങ്ങൾക്ക് ഏതാണോ ചുറ്റുള്ള ആ രീതിയിൽ നിങ്ങൾ വായിക്കുക. ഓക്കെ, 43rd യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അടുത്ത, സ്മാർട്ട് ലബോറട്ടറി ഓൺ ക്ലീൻ റിവേഴ്സ് SLCR ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വാരണാസി. ഓക്കെ, സ്മാർട്ട് ലബോറട്ടറി ഓൺ ക്ലീൻ റിവേഴ്സ് എന്ന് പറയുന്നൊരു ലബോറട്ടറി എന്താണ് എവിടെ എസ്റ്റാബ്ലിഷ് ഉണ്ട്, വാരണാസിയിൽ. ഓക്കെ, വാരണാസിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുണ്ട്. ചോദിക്കാൻ നല്ല ചാൻസ് ചോദ്യം കേട്ടോ, കാരണം പുതുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സ്മാർട്ട് ലബോറട്ടറി അല്ലേ SLCR. ഓക്കെ, സ്മാർട്ട് ലബോറട്ടറി ഫോർ എന്താണ് ക്ലീൻ റിവേഴ്സ്. ഓക്കെ, SLCR ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ഇൻ ഏത് സ്ഥലത്താണെന്ന് വെച്ചാൽ അത് വാരണാസിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാരണാസിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത്, 5 new districts will be created in Ladakh. ലഡാക്കിൽ എന്താണ് 5 പുതിയ ഡിസ്ട്രിക്ട്സ് എന്താണ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? സാൻസ്കറിൽ നമ്മൾ റിവേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. റിവേറിൽ പഠിക്കുന്ന പേരാണ് സാൻസ്കർ. അപ്പോൾ ഡിസ്ട്രിക്റ്റിനും പേരാക്കിയിട്ടുണ്ട് കേട്ടോ. സാൻസ്കർ, ഡ്രാസ്, ഷാം, നുബ്ര ആൻഡ് ചാങ്താങ് എന്ന് പറയുന്ന 5 പുതിയ ഡിസ്ട്രിക്റ്റുകളാണ് എന്താണ് ലഡാക്കിൽ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്. ചിലപ്പോൾ എന്താണ് ഒരു 4 വന്നിട്ട് ഓടുന്നോട്ടപ്പോൾ ചോദിക്കാം. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിക്ട്സ് ഈസ് ക്രിയേറ്റഡ് ഇൻ ലഡാക്ക് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ എത്ര ഡിസ്ട്രിക്ട്സ് ആണ് ടോട്ടൽ ലഡാക്കിൽ ടോട്ടൽ എത്ര ഡിസ്ട്രിക്ട്സ് ആണ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഇതാണ് പുതിയ ഡിസ്ട്രിക്റ്റിന്റെ പേരല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാൻസ്കർ, ഡ്രാസ്, ഷാം, നുബ്ര ആൻഡ് ചാങ്താങ് എന്നൊക്കെ എന്താണ് പുതിയ ഡിസ്ട്രിക്ട്സിന്റെ പേരാണ്. ഒന്ന് പഠിച്ചു വെക്കുക. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ബുള്ളറ്റ് ട്രെയിൻസ് കോൺട്രാക്ട് വോൺ ബൈ BEML. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇന്ന് പഠിച്ചാൽ അല്ലേ, ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിയസ് ബുള്ളറ്റ് ട്രെയിൻസിന്റെ കോൺട്രാക്ട് അവർക്ക് കിട്ടി. അടുത്ത്, കരീംഗഞ്ച് ഡിസ്ട്രിക്ട് ഇൻ ആസാം ഹാസ് ബീൻ റീനെയിംഡ് ആസ് ശ്രീഭൂമി. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരുപാട് നമ്മുടെ നേരത്തെ അഹമ്മദാനഗർ, അഹല്യ നഗർന്ന് മാറ്റി എന്നൊക്കെ പറയായിരുന്നു. അതുപോലെ പുതിയ എന്താണ് ഓരോ സ്ഥലത്തിൻ്റെയും ആസാമിലെ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എന്താണ് അവർ മാറ്റിയിട്ടുണ്ട്, ശ്രീഭൂമി എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. ഏതാണ്? കരീംഗഞ്ച് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ പേര്. എവിടെയാണ് ഇത്? ആസാമിൽ സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ പേരെന്താണ് അവർ റീനെയിം ചെയ്തിട്ടുണ്ടാണ്, ശ്രീഭൂമി എന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൻ്റെ ക്യാപിറ്റൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ശ്രീ വിജയപുരം എന്താണ് ക്യാപിറ്റലിൻ്റെ പേര് മാറ്റിയിട്ട്. ഇതൊക്കെ എന്താണ് ഇടയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ചോദ്യങ്ങളാട്ടോ. അടുത്ത്,
വേൾഡ് ക്രാഫ്റ്റ് സിറ്റി സർട്ടിഫിക്കറ്റ്. ഓക്കെ, വേൾഡ് ക്രാഫ്റ്റ് സിറ്റി സർട്ടിഫിക്കറ്റ് ഏത് സിറ്റിക്കാണ് ലഭിച്ചത്? ഓക്കെ, വേൾഡ് ക്രാഫ്റ്റ് സിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്ന ആളാണ് ശ്രീനഗർ. ഓക്കെ, ശ്രീനഗറാണ്. ശ്രീനഗർ റിസീവ്ഡ് ദ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി സർട്ടിഫിക്കറ്റ്. ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതർ സിറ്റീസ് ആർ ജയ്പൂർ, ഓക്കെ, മാമല്ലപുരം ആൻഡ് മൈസൂർ. ഓക്കെ, അപ്പോൾ 4 സിറ്റീസ് എന്താണ് വേൾഡ് ക്രാഫ്റ്റ് സിറ്റി സർട്ടിഫിക്കറ്റ് ഇട്ടുണ്ട്. എത്ര? 4 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്നല്ല 4 എണ്ണം. 4 സിറ്റീസിന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ശ്രീനഗർ, സെക്കൻഡ് വൺ നമ്മുടെ ജയ്പൂർ, തേർഡ് വൺ നമ്മുടെ മാമല്ലപുരം, ഓക്കെ, നമ്മുടെ തമിഴ്നാട്ടിലുള്ളത്, ആൻഡ് ലാസ്റ്റ് വൺ മൈസൂർ. അപ്പോൾ ഈ 4ഉം ചോദിക്കാം. ഓക്കെ, ഹൈ ചാൻസ് ആണ് ചോദിക്കാനുള്ള, കാരണം 4 തന്നിട്ട് വേൾഡ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഏതാണ് അല്ലെങ്കിൽ കിട്ടിയത് ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. വെറുതെ 4 സിറ്റിയുടെ പേര് എന്നാൽ മതി. അപ്പം ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ശ്രീനഗർ, അതുപോലെ ജയ്പൂർ, അതുപോലെ മാമല്ലപുരം, ആൻഡ് ലാസ്റ്റ് വൺ മൈസൂർ. ഓക്കെ, 4ലും എന്താണ് വേൾഡ് ക്രാഫ്റ്റ് സിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. Next one, India's longest and largest urban tunnel will be built in Maharashtra. India's longest, okay. India's longest and largest, okay, longest and largest urban tunnel will be built in Maharashtra. And ഇത് ബിൽഡ് ചെയ്യുന്നത് എത്ര കിലോമീറ്റർ ആണ്? 11.8 കിലോമീറ്റർ കേട്ടോ. 11.8 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അടുത്ത PM ആശാ സ്കീം. എന്താണ് ആശാ സ്കീമിന്റെ ഫുൾ ഫോം നോക്കുക. ഓക്കെ, അന്നദാത ആയ് സൻരക്ഷാൻ അഭിയാൻ. ഓക്കെ, അന്നദാത ആയ് സൻരക്ഷാൻ അഭിയാൻ എന്നാണ് ആശാ സ്കീമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതും ചോദിക്കാറുണ്ട് കേട്ടോ, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഫുൾ ഫോം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, 2018 ലോഞ്ച് ചെയ്ത കേട്ടോ. എന്നാണ് 2018, 2018 ലോഞ്ച് ചെയ്താണ്. 2018 ലോഞ്ച് ചെയ്യാണ്. ഇനി എന്തിന്റെ ഭാഗമായിട്ടാണ്? ടു പ്രൊവൈഡ് ഗുഡ് പ്രൈസസ് ടു ദ ഫാമേഴ്സ് ഫോർ ദെയർ ക്രോപ്സ്. അതായത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക്, എന്താ കൃഷിക്കാർക്ക് അവരുടെ എന്താണ് ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കൊടുക്കാൻ വേണ്ടി എന്താണ് ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണിത് ആശാ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഫാമേഴ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ്. 2018 ലോഞ്ച് ചെയ്യാണത് ആശാ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത PM ജുഗാ മിഷൻ. ഓക്കെ, PM ജുഗാ മിഷൻ എന്താണ്? ജൻജതിയ ഉന്നത് ഗ്രാം അഭിയാൻ. ഓക്കെ, ജൻജതിയ ഉന്നത് ഗ്രാം അഭിയാൻ എന്നാണിത് ഇതിന്റെ പേര്. ടു ഇംപ്രൂവ്, ഇനി എന്താണ് ഈ മിഷന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ എയിം എന്താണ്? ടു ഇംപ്രൂവ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്താണ് അവരുടെ വെൽഫെയറിന് വേണ്ടി ഉള്ളൊരു മിഷനാണ് ജുഗ മിഷൻ എന്ന് പറയുന്നത്. ഏകദേശം 79,156 കോടിയാണത് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 63,000 വില്ലേജസിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പദ്ധതികളാട്ടോ. എന്താണ്? 63,000 വില്ലേജസിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണിത് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടു ഇംപ്രൂവ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ട്രൈബൽ. അപ്പോൾ PM ജുഗാ സ്കീം എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ജൻജാതിയ ഉന്നത് ഗ്രാം അഭിയാൻ. ഓക്കെ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചന്ദ്രയാൻ 4. നമ്മൾ ശുക്രയാൻ എന്നൊക്കെ പഠിച്ച പോലെ അടുത്താണ് ചന്ദ്രയാൻ 4. ചന്ദ്രയാൻ 3യുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതാണ്. അടുത്ത ചന്ദ്രയാൻ 4 നോക്കാം. എക്സ്പെക്ടഡ് ടു ബി ലോഞ്ച് ഇൻ 2027. 2027 എന്താണ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എക്സ്പെക്ടഡ് ടു ബി ലോഞ്ച് ഇൻ 2027. എയിം ടു എസ്റ്റാബ്ലിഷ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബൈ 2035. അതും പഠിച്ചു വെക്കാം കേട്ടോ. ഏത് വർഷത്തേക്കാണ് ഇവരൊരു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, ഓക്കെ, ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ സ്റ്റേഷൻ ഏത് വർഷത്തേക്ക് ഇവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചു? 2035 ഇംപ്ലിമെന്റ് ചെയ്യാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഈ ചന്ദ്രയാൻ 4 എന്നാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത് 2027. 2027 നമ്മൾ ശുക്രയാൻ പഠിച്ചത് 2028. ചന്ദ്രയാൻ മുമ്പ് ലോഞ്ച് ആവുന്നത് 2027 തന്നെ ചന്ദ്രയാൻ 4 ലോഞ്ച് ആവുന്നതായിരിക്കും. ഇനി എവിടെയാണ് നമ്മുടെ സെയിം ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്ത് ആ സെയിം സ്ഥലത്ത് നിയർ ശിവശക്തി പോയിന്റിലാണത് ഇതും ലോഞ്ച് ചെയ്യാൻ അവർ ലാൻഡ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ബഡ്ജറ്റ് എത്രയാണ്? 2,104.6 crore ആണത് ഇതിന്റെ ബഡ്ജറ്റും. അതും ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. ചന്ദ്രയാൻ 4, ചന്ദ്രയാൻ 3, ശുക്രയാൻ 1 എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. അടുത്ത് 45th ചെസ് ഒളിമ്പിയാഡ്. ഓക്കെ, 45ാമത്തെ ചെസ് ഒളിമ്പിയാഡ് ആരാണ് വോൺ ചെയ്ത് നോക്കാം. ഇന്ത്യ വോൺ ഗോൾഡ് മെഡൽ അറ്റ് ദിസ് ഇവന്റ്. ഇന്ത്യ എന്താണ് ഗോൾഡ് മെഡൽ ഈ ഒരു ഇവന്റിൽ സ്വന്തമായിട്ടാണ്. ഇവരൊക്കെയാണ് നമ്മുടെ ഹീറോസ് എന്ന് പറയുന്നത്. 45th ചെസ് ഒളിമ്പിയാഡ്സിലെ നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോയ ആൾക്കാരാണല്ലേ. ഹെൽഡ് അറ്റ് ബുഡാപെസ്റ്റ്, ഹംഗറി. അതും ചോദിക്കാം കേട്ടോ. എവിടെ വെച്ചാണ് ഈ ഒരു 45th ചെസ് ഒളിമ്പിയാഡ് നടന്നതെന്ന് വെച്ചാൽ അത് ഹംഗറി വെച്ചാണ് ഇത് നടന്നത്. അതിനകത്ത് ഇന്ത്യ ടോപ്പായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, അതീഷി മലേന ബിക്കം ദ ന്യൂ CM ഓഫ് ഡൽഹി. ഓക്കെ, ഡൽഹിയിലെ പുതിയ CM. വീണ്ടും ഞാൻ പറഞ്ഞു നമ്മളെ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് CM എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂ CM ഓഫ് ഡൽഹി. ആരാണ്? അതീഷി മലേന ബിക്കം ദ ന്യൂ CM ഓഫ് ഡൽഹി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത്
Tuhin Kanda Pandey has been appointed as the new Finance Secretary of India. Okay, Tuhin Kanda Pandey has been appointed as the new Finance Secretary. വീണ്ടും അപ്പോയിൻമെന്റ് ആണ്. ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആയിട്ട് പുതിയതായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? തുഹിൻ കന്ത പാണ്ഡേനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്. And the last and final one, Women's Asian Champions Trophy. Okay, Women's Asian Champions Trophy. ആരാണ് വോൺ ചെയ്തത്? ഇന്ത്യ ഹാസ് വോൺ ദ ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യ ആണ് ഈ വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്താണ്? വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഏഷ്യൻ ആ കീവേഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് വോൺ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ആണ് ഈ ചാമ്പ്യൻഷിപ്പ് വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 2024 കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് പെട്ടെന്ന് ഒന്ന് എക്സാമിന് തൊട്ട് മുമ്പ് നോക്കിയിട്ട് പോകാൻ പറ്റിയ കംപ്ലീറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മെറ്റീരിയൽ, ഫ്രീ മെറ്റീരിയൽ നിങ്ങൾക്ക് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ മെറ്റീരിയൽസ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു. സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.